ഈ വെടിമരുന്നെന്ന് പറയുന്നത് ഈ വെടിമരുന്ന് നിർമ്മാതാക്കൾക്ക് അവർക്കൊരു ലഹരിയാണ്. ഇറ്റ് ഇസ് എ മാൻ മെയ്ഡ് ഡിസാസ്റ്റർ. പുതിയ വ്യവസായങ്ങൾ ഉണ്ടാവേണ്ട ആവശ്യകത വളരെ കൂടുതലാണ്. ഇറ്റ്സ് ദ നീഡ് ഓഫ് അവർ ഓഫ് കേരള. ക്രേസി മീൻസ് അതിന് വേർഡുകൾ നമുക്ക് വേറെ വേർഡൊന്നും ഉപയോഗിക്കാനൊക്കാത്ത രീതിയിലുള്ള ക്രേസിനെസ്സാണ് ദി ഫാൻസ് ഓഫ് ദി തൃശ്ശൂർ പൂരം. ചിലതിൻ്റെ പേര് ഗർഭം കലക്കി എന്നാണ്. അതെല്ലാം ഞാൻ നിർത്തിച്ചു. അന്ന് വന്ന വിസിറ്റേഴ്സിൻ്റെ ആരുടെയെങ്കിലും കാലിൽ നിന്ന് മണ്ണിൻ്റെ തരി ചെന്ന് ഇതിനകത്ത് വീണ് കാണും. അത് റാം ചെയ്തപ്പോൾ സ്പാർക്ക് വന്നു, പൊട്ടിത്തെറിച്ചു. ഞാൻ ഗുജറാത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, രാജസ്ഥാനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നാഗ്പൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് ചെയ്തിടത്തൊക്കെ നമ്മൾ കാണുന്ന വ്യവസായ പുരോഗതി കാണണമെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലേക്ക് പോവുക എന്നുള്ളതാണ്. നമ്മുടെ വ്യവസായങ്ങൾ കൂടുതൽ വരണ്ടിരിക്കണം. കാരണം നമുക്ക് ഇത്രയും നല്ല പോർട്ടും ഇവിടെ ട്രിവാൻഡ്രത്തും പോർട്ടായി കഴിഞ്ഞു, വിഴിഞ്ഞം പോർട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിനെ എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നോക്കേണ്ടത്. അത് നടത്തിയില്ലെങ്കിൽ നമ്മുടെ വ്യവസായം, നമ്മുടെ കുട്ടികളൊക്കെ ഇവിടുന്ന് പോവുകയും നാട് വിട്ടു പോകേണ്ട ഒരു ഇത് കേൾക്കാം. പക്ഷെ നമ്മൾ വരുന്ന ഗവൺമെൻറ് ഏറ്റവും നല്ലൊരു പ്രവർത്തനം ഇൻഡസ്ട്രിയലൈസേഷനെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം. കാരണം LNGയുടെ നമുക്ക് ഇത്രയും നല്ലൊരു LNG ടെർമിനൽ വേറെ ഒരിടത്തും ഇല്ല. കേരളത്തിലെ ആദ്യത്തെ LNG ടെർമിനലിൻ്റെ ലൈസൻസ് കൊടുത്തത് ഞാനാണ്. ഇവിടുത്തെ LNG ടെർമിനൽ, അതിൻ്റെ ഡിസ്പെൻസിങ് പമ്പിൻ്റെ ലൈസൻസ് കൊടുത്തതും ഞാനായിരുന്നു. അപ്പോൾ അവയൊക്കെ നമ്മൾ നോക്കുമ്പം അവരുടെ യൂട്ടിലൈസേഷൻ ഈസ് ഓൺലി ടു 30-40% യൂട്ടിലൈസേഷൻ. അത് യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ വളരെ പരാജയമാകുന്നു. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രീസിനെല്ലാം തന്നെ അത് ഉപയോഗിക്കത്തക്കവണ്ണമുള്ള ഒരു ഇത് വരണം. അതുമല്ല, ന്യൂ എനർജി ട്രാൻസിഷൻ വരികയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഡിസ്പെൻസിങ് പമ്പ് ദൈവാദിനം കൊണ്ട് ഞാനാണ് കൊടുക്കാനൊത്തത്. അത് വഡോദരയിലെ ഇന്ത്യൻ ഓയിലിൻ്റെ റിഫൈനറിയോട് ചേർന്നിട്ടുള്ള ആദ്യത്തെ ഹൈഡ്രജൻ ഡിസ്പെൻസിങ് പമ്പ് ഞാനാണ് കൊടുത്തത്. രണ്ടാമത്തത് ഞാൻ തന്നെ കൊടുത്തത് അത് ജാംനഗറിലാണ്, റിലയൻസിൻ്റെ. ഈ 2 പമ്പും അവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് റിലയൻസിൻ്റെയാണ്. കാരണം അവർക്ക് 27 ട്രക്കുകളും ഉണ്ട് അവർക്ക് സ്വന്തമായിട്ട്, ഹൈഡ്രജൻ മാത്രം ഓടിക്കുന്നത്. മനസ്സിലായേ? അതിൽ ഫ്യൂവൽ സെൽ ബേസ്ഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ ട്രക്കുകൾ അവർ ഓടിക്കുകയാണ്. അവരുടെ പെർഫോമൻസ് റിവ്യൂ വളരെ നല്ലതാണ് ആ വണ്ടികളുടെയൊക്കെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരുടെ റിപ്പോർട്ട് എടുത്ത് വായിക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മളും അതിലേക്ക് വരേണ്ടിയിരിക്കുന്നു. കേരളം എത്തപ്പെടേണ്ടിയിരിക്കുന്നു. LNG ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. LNG ആണ് നമുക്കിപ്പം വളരെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് ഇവിടെ. ഇപ്പം പെട്രോനെറ്റ് LNGയുടെ ടെർമിനൽ വൺ ഓഫ് ദി ബിഗസ്റ്റ് ടെർമിനൽസാണ്. 5 മില്യൺ മെട്രിക് ടണ്ണാണ് ഇവിടെ സ്റ്റോറേജ് ഉള്ളത്. ആ സ്റ്റോറേജിനെ എത്രമാത്രം ഇവർ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കപ്പെടേണ്ടത്. അപ്പോൾ ഈ ടെർമിനലിൽ നിന്നുള്ള പൈപ്പ് ലൈന് അവർക്ക് ട്രക്കിൽ ട്രാൻസ്പോർട്ടേഷനാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇപ്പം വീടുകളിലേക്കുള്ള ഗ്യാസ് പൈപ്പ് ലൈൻസ് എല്ലാം ട്രിവാൻഡ്രം സിറ്റിയിൽ ഒരുവിധം വന്നു കഴിഞ്ഞു. കൊച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കളമശ്ശേരി ഭാഗങ്ങളിലൊക്കെ ആയിക്കഴിഞ്ഞു. മിക്കവാറും വീടുകളിലൊക്കെ തന്നെ വന്നിട്ടുണ്ട്, ഫ്ലാറ്റുകൾ ഒഴിച്ച്. ബാക്കി എല്ലാ വീടുകളിലേക്കും അവർ നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവയൊക്കെ തന്നെ നമ്മൾ വളരെ കരുതലോടുകൂടിയും, കാരണം അതിൻ്റെ പ്രഷേഴ്സൊക്കെ വളരെ കുറവാണ്, വലിയ ലോ പ്രഷറിലാണ് നമുക്ക് ഗ്യാസ് കയറുന്നത്. നമുക്ക് ബഡ്ജറ്റിൽ നമുക്ക് കുറവ് വരും, LPGയെക്കാട്ടിലും വില കുറവാണ്. അപ്പോൾ പൈപ്പ് ലൈനുകൾ തിരുവനന്തപുരം മെട്രോ സിറ്റീസിലെല്ലാം വരും. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആദ്യ പദ്ധതിയിൽ അവർ വരാൻ പോവുകയാണ്. അപ്പോൾ ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു എനർജി യൂസേജ് കേരളത്തിന് സാധിക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വേറെ വ്യവസായങ്ങൾ നമുക്ക് എന്ത് പറയാൻ കഴിയും? ഒരു കാലത്ത് കണ്ണൂരെല്ലാം ടെക്സ്റ്റൈൽ മിൽസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതൊന്നുമില്ല. ഇപ്പോൾ എല്ലാം തകർന്നടിഞ്ഞിരിക്കുന്ന വ്യവസ്ഥയായിരുന്നു. അപ്പം പുതിയ വ്യവസായങ്ങൾ ഉണ്ടാവേണ്ട ആവശ്യകത വളരെ കൂടുതലാണ്. ഇറ്റ്സ് ദ നീഡ് ഓഫ് അവർ ഓഫ് കേരള. PNG കുറിച്ച് പറയുന്നത് പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ്,
അത് LPG റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് എന്തെങ്കിലും ഹാസഡസ് ആയിട്ടുള്ള കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? സേഫ് ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് നമുക്ക്. അതൊന്നുമല്ല, മറ്റുള്ള സംസ്ഥാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. വളരെ വളരെ എക്സ്പെൻസീവ് ആണെന്ന് ചിലരും പറയുന്നുണ്ട്. ബില്ല് ഒരുപാട് കൂടുതലാണ് വരുന്നത്, 750-800 രൂപ. അത് പക്ഷേ ഡിപ്പെൻഡ്സ് ഓൺ ദി നാച്ചുറൽ ഗ്യാസ് റേറ്റ് അറ്റ് ദാറ്റ് ടൈം. ആ മാസത്തെ നാച്ചുറൽ ഗ്യാസിൻ്റെ അനുസരിച്ചിട്ടാണ്. ഇപ്പം കേരളത്തെ സംബന്ധിച്ചുള്ള ഇവിടെ APNP എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് സിറ്റി ഗ്യാസ് സർവീസ് കൊടുക്കുന്നത്. മറ്റേ എറണാകുളത്ത് കൊടുക്കുന്നത് അദാനിയാണ്, കോഴിക്കോടും അദാനിയാണ്. അപ്പോൾ റേറ്റെല്ലാം ഒരുപോലെ തന്നെയായിരിക്കും കിട്ടുന്നത്. ഇതെല്ലാം നാച്ചുറൽ ഗ്യാസ് LNG സപ്ലൈ ചെയ്യുന്നത് പെട്രോനെറ്റ് LNG ആണ്. അവിടുന്ന് അവർ വാങ്ങിച്ച് കംപ്രസ് ചെയ്ത് CNG ആക്കിയിട്ട് ഗ്യാസ് പൈപ്പ് ലൈനിലൂടെ സപ്ലൈ ചെയ്യുന്നു. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം അതിൻ്റെ എല്ലാവിധ സേഫ്റ്റി പ്രിക്കോഷൻസും അവർ കമ്പനി എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ പൈപ്പ് ലൈൻ ആയാലും ഒരു പൈപ്പ് ലൈൻ ഇടുന്നതിന് മുമ്പ് അവർ ആ പൈപ്പ് ലൈനിനെ ഒരു ബ്ലോക്ക് ഹൈഡ്രോ ടെസ്റ്റ് ചെയ്യും. അതിൽ ലീക്ക് ഉണ്ടോ എന്നുള്ളത് സർട്ടിഫൈ ചെയ്യും. ആ 1 മണിക്കൂർ അത് വെള്ളത്തിലോ വെച്ചിട്ട് അതിൻ്റെ പൈപ്പ് ലൈൻ 1 മണിക്കൂർ ഇത്ര മണിക്കൂറിലേക്ക് 1 മണിക്കൂറിലേക്ക് വെച്ച് അതിൻ്റെ ലീക്കേജ് ഉണ്ടോ എന്നുള്ളത് അവർ ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രമേ കൊടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ലൈനുകളുടെയൊക്കെ ഇപ്പം ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലാണെങ്കിൽ അവരങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഫ്ലെയിം ഡിറ്റക്ടറും ഗ്യാസ് ഡിറ്റക്ടറും അവർക്ക് വെക്കാം. വെച്ചിട്ട് അതെന്തെങ്കിലും ഗ്യാസ് ഡിറ്റക്ട് ചെയ്ത ഉടനെ അവർക്ക് അത് വരികയും അതിൻ്റെ എമർജൻസി ഷട്ട് ഓഫ് വാൽവ് നമുക്ക് തന്നെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയിടത്തേക്കുള്ള ഗ്യാസ് പോവുകയില്ല. അപ്പം ഗ്യാസ് ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള ഗ്യാസ് ഡിറ്റക്ടേഴ്സ് അവൈലബിൾ ആണ്. അത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അലാം കിട്ടും നമുക്ക് നമ്മുടെ കൺട്രോൾ. ഇപ്പം എല്ലാ ഫ്ലാറ്റിലും ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം ആണല്ലോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൺട്രോൾ റൂമിലേക്ക് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ ഒരു എമർജൻസി കട്ട് ഓഫ് വാൽവ് ഉണ്ടായിരിക്കും ഈ വീടുകളിലേക്ക് കയറുന്നതിന് മുമ്പ്. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പൈപ്പ് ലൈനിലേക്ക് വരത്തില്ല. അത് ഒരു കാര്യം മനസ്സിലാക്കുക, അത് വളരെ ലോ പ്രഷറിലുള്ള ഓപ്പറേഷൻസാണ് നടക്കുന്നത്. അപ്പോൾ സുരക്ഷിതമാണ്. വിലയുടെ കാര്യത്തിൽ എനിക്ക് എക്കണോമിക്സിലി ഐ ആം നോട്ട് കൺവേഴ്സൻറ്റ് വിത്ത് വാട്ട് റേറ്റ് ദേ ആർ ഇപ്പോൾ ഒരു സെല്ല് ചെയ്യുന്നു എന്നുള്ളത്. ബട്ട് അതർവൈസ് ദിസ് ഈസ് ദ സേഫസ്റ്റ് ആൻഡ് നമുക്ക് എപ്പോഴും സുലഭമായി കിട്ടാനുള്ള ചാൻസ്. ഇതുപോലെ ഇപ്പോൾ ഒരു ഗ്യാസ് ക്ഷാമം വന്നപ്പോൾ നിങ്ങളെല്ലാവരും 25 days 26 days യു ഹാവ് ബുക്ക് ഓൺലൈൻ അതിൻ്റെ ഇത് വന്നു. ബട്ട് നൗഡേയ്സ് യു സി ഏർലിയർ നമ്മൾ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ വിളിച്ചു പറഞ്ഞ് അവിടെ ഇത് വേണമായിരുന്നു. ഇപ്പോൾ അതൊന്നും വേണ്ടി വരുന്നില്ല. നമുക്ക് ഓൺലൈൻ തന്നെ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതൊക്കെ വളരെ നല്ല പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു തീരുമാനങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ 100+ പിന്നെ CNG ഡിസ്പെൻസിങ് ഉണ്ടെന്ന് സാർ പറഞ്ഞു. അവിടെയൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ ആവശ്യത്തിനുണ്ട്, അഡിക്വേറ്റ് ആണോ? തീർച്ചയായിട്ടും. അതില്ലാതെ പെസോയുടെ ലൈസൻസ് കിട്ടുകയില്ല. നമുക്ക് ഇപ്പോഴത്തെ ഏറ്റവും ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം ഉണ്ടായ വെടിക്കെട്ട് അപകടം, ഒരു പ്രൈമറി ആയിട്ടുള്ള താങ്കളുടെ ഒരു ഒബ്സർവേഷൻ എന്താണെന്ന് പറയാമോ? അത് എന്തുകൊണ്ട് സംഭവിച്ചു, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് അതിൻ്റെ ഒരു നെഗ്ലിജൻസിൻ്റെ ഫലമായിട്ടാണ് വന്നത്? വാട്ട് ഈസ് യുവർ പ്രൈമറി ഇംപ്രഷൻ? മൈ പ്രൈമറി ഒബ്സർവേഷൻ ഈസ് ഇറ്റ് ഈസ് എ മാൻ മെയ്ഡ് ഡിസാസ്റ്റർ. മനുഷ്യനുണ്ടാക്കിയ ഒരു ഡിസാസ്റ്ററാണ്. കാരണം നമ്മൾ ഇതുവരെ ഈ അപകടങ്ങളിൽ നിന്ന് കേരളക്കാർ പഠിച്ചിട്ടില്ല. കേരളക്കാർ തന്നെയല്ല, ഈ ഫയർ വർക്സ് ഇൻഡസ്ട്രിയിൽ പലരും പഠിച്ചിട്ടില്ല. കാരണം പുത്തുങ്കലിൻ്റെ എൻക്വയറി കമ്മീഷൻ അംഗമായിരുന്നു ഞാൻ. ഈ പുത്തുങ്കലിൻ്റെ ആക്സിഡൻറ്റിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഫുൾ ഓൾമോസ്റ്റ് 100% റിപ്പോർട്ട് വാസ് റിട്ടൺ ബൈ മീ. ആ റിപ്പോർട്ട് മുഴുവൻ ഞാൻ എഴുതിയ. അപ്പോൾ എൻ്റെ ആ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇത്രയും വേദനാജനകമായ ഒരു ആക്സിഡൻറ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. 107 പേര് മരിക്കുകയും 283-400 പേരോളം ഇഞ്ചുറി ആവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മൊഴിയെടുക്കുമ്പോൾ, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വിറ്റ്നസ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടായ മനസ്സിൽ തട്ടുന്ന ഒരു വളരെ വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടാവുകയുണ്ടായി. അപ്പം എന്നിട്ട് ആ റിപ്പോർട്ട് ഞങ്ങൾ കറക്റ്റ് സമയത്ത് സെൻട്രൽ ഗവൺമെൻറ്റിന് സമർപ്പിച്ചു. അപ്പോൾ അതിൻ്റെ പേരിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ, ആ റിപ്പോർട്ടിലുണ്ടായ എല്ലാവിധ വേരിയസ് വയലേഷൻസിനെയും നമ്മൾ കണ്ടുപിടിച്ച് അതിനുള്ള പ്രതിവിധി നമ്മൾ അതിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ പ്രതിവിധികളൊക്കെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്
2024-25 ഒരു അമെൻമെൻറ്റിലൂടെ നമ്മുടെ റൂളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എക്സ്പ്ലോസീവ് റൂൾസിൽ അത് എത്തിയിട്ടുണ്ട്. എക്സ്പ്ലോസീവ് റൂളിലെ അമെൻമെൻറ്റിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് പലവിധ നിർദ്ദേശങ്ങളാണ്. ഒന്ന്, ഒരു കോംപ്രിഹെൻസീവ് റിസ്ക് അസസ്മെൻറ്റ് ഷുഡ് ബി ഡൺ അറ്റ് എവറി സൈറ്റ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇവരെന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒരു കോംപ്രിഹെൻസീവ്, ഫോർ എക്സാമ്പിൾ ഇവർ ചിലപ്പം തിരുവമ്പാടിയും പാറമേക്കാവും അത് ചെയ്യും. കാരണം ദേ ഡിഡ്ന്റ് ഹാവ് മൈൻഡ് ഡൂയിങ് ഇറ്റ് എ കെമിക്കൽ റിസ്ക് അസസ്മെൻറ്റ്. അവർ അതിന് എന്ത് പറഞ്ഞാലും അവർ കേൾക്കുന്ന കാര്യങ്ങളാണ്. നെന്മാറ വേലക്കാരും ചെയ്യും, ഉത്രാളിക്കാവും ചെയ്യും. ബട്ട് ബാക്കിയുള്ളവരെല്ലാം ഇതിൻ്റെ റിപ്പോർട്ട് എടുത്ത് കോപ്പി എടുത്തിട്ട് പേര് മാറ്റിക്കളയും. അപ്പോൾ എന്താ, അവിടുത്തെ സൈറ്റിലുള്ള റിസ്ക് അല്ലായിരിക്കും അവർ അസസ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ട്? അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടായിരിക്കണം ആ വർക്ക് ചെയ്യാനായിട്ട്. ആ ഒരു റിസ്ക് അസസ്മെൻറ്റ് ഈസ് യൂസ്ഡിങ് എ സോഫ്റ്റ്വെയർ വിച്ച് കാൽക്കുലേറ്റ് ഹൗ മച്ച് ഓഫ് പൊട്ടാഷ്യം നൈട്രേറ്റ് പ്ലസ് സൾഫർ പ്ലസ് ചാർക്കോൾ അത് എക്സ്പ്ലോഡ് ചെയ്താൽ എത്ര ഏരിയയിലേക്കാണ് ആ റിസ്ക് അസസ് ചെയ്യുന്നത്, അത് എത്ര ഏരിയയിൽ സേഫായിരിക്കണം എന്നുള്ളത് അസസ് ചെയ്യുന്ന. അപ്പോൾ ഓരോ സ്ഥലങ്ങളും ഓരോ വ്യത്യസ്തമായ ഭൂമി പ്രദേശങ്ങളാണ്. അവിടുത്തെ വിൻഡ് വെലോസിറ്റിയും ഡിഫറൻ്റ് ആണ്, അല്ലേ? നമ്മുടെ പാലക്കാട്ടെ ഏറ്റവും അറ്റത്തെ സ്ഥലത്തെ അല്ലായിരിക്കും ഇവിടെ വരുമ്പം തൃശ്ശൂരല്ലേ അത്. അപ്പോൾ അതിൻ്റെ വിൻഡിൻ്റെ ഡയറക്ഷൻസും അതിൻ്റെ വെലോസിറ്റിയും അവിടുത്തെ ആംബിയൻ ടെമ്പറേച്ചറിൻ്റെ ഇതെല്ലാം തന്നെ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് വേണം അതൊക്കെ ഉണ്ടാകാൻ. അപ്പോൾ ദാറ്റ്സ് എ വെരി സയൻറ്റിഫിക് സ്റ്റഡി വിച്ച് എവരി വൺ ഷുഡ് ഡു ഇറ്റ്. നമ്മുടെ ഈ പർട്ടിക്കുലർ ഇൻസിഡൻറ്റിലേക്ക് വന്നാൽ വൈ ഡു യു കോൾ ഇറ്റ് എ മാൻ മെയ്ഡ് ഡിസാസ്റ്റർ? എന്തൊക്കെ ആസ്പെക്റ്റിലാണ് ഈ നെഗ്ലിജൻസ് ഉണ്ടായിട്ടുള്ളത്? ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചുവോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ ആരെങ്കിലും ആ ലൈസൻസ് കണ്ടിട്ടുണ്ടോ? ആ ലൈസൻസ് ജില്ലാ മജിസ്ട്രേറ്റ് കൊടുത്തിരിക്കുന്ന ADM കൊടുത്തിരിക്കുന്ന ലൈസൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ലൊക്കേഷൻ ആയിരിക്കില്ല, എൻ്റെ ഉറപ്പതാണ്. ഇറ്റ് മേ ബി സം അതർ പ്ലേസസ് വെയർ ഇൻ ഹി ഹാഡ് സം ഷെഡ്. കാരണം ഒരു പടക്ക ഫാക്ടറി തുടങ്ങാൻ പോവുകയാണെങ്കിൽ ജനങ്ങൾ എതിർക്കും 100%. ദേ വിൽ ഒപ്പോസ് സ്ട്രിക്റ്റ്ലി. അപ്പോൾ പുള്ളി പോയിട്ട് എടുക്കാൻ പോകുന്നത് ഒരു വളരെ വിജനമായ സ്ഥലത്തായിരിക്കും. എത്രയും വിജനമാകാവോ, കാരണം ഇയാൾക്ക് കംപ്ലയിൻറ്റ് നാട്ടുകാരുടെ നിന്ന് വരരുത് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അവിടെ ആയിരിക്കും ഈ 3 ഷെഡോ 4 ഷെഡോ അവർ പണിയുക. അത് കഴിഞ്ഞിട്ടായിരിക്കും അവിടെ ജോലിക്കാരെ കിട്ടില്ല, പോകാനൊക്കില്ല. അപ്പോൾ എന്തു ചെയ്യും? നമ്മുടെ സിറ്റിയുടെ അടുത്തിട്ടുള്ള ഒരു പാടം എടുക്കും, പാടത്തിന് വാടകയ്ക്ക് എടുക്കും, എന്നിട്ട് അവിടെ താൽക്കാലിക ഷെഡുകളുണ്ടാക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിൽ ടാർപ്പാളിന് ഒരു ഫിക്സഡ് ബിൽഡിംഗ് ഉണ്ടോ അവിടെ? എല്ലാം താൽക്കാലികമാണ്, ടെമ്പററി സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുവാണ് ആ സമയത്തേക്ക്. മേ ബി ഫോർ ദ ലാസ്റ്റ് 3 months ദേ ആർ ഡൂയിങ് ഇറ്റ്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ, ടെമ്പററി ആയിട്ടുള്ള ഷെഡുകൾ, ടെമ്പററി ആയിട്ടുള്ള ആളുകൾ, ഇതൊക്കെ ആ സമയത്തേക്ക് മാത്രം കൊണ്ടുവരുന്ന ഉത്സവം. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അവർക്ക് ദ പ്രോഫിറ്റ് ദേ ആർ മേക്കിംഗ് ഈസ് ഇനോമസ്. അതിൽ അഡിക്റ്റ് ആവുകയാണ് അവർ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു പടക്കം നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിൽ MRP എഴുതിക്കുന്ന 100 രൂപയാണെങ്കിൽ അവൻ്റെ കോസ്റ്റ് വരുന്നത് 17 മുതൽ 20 രൂപയാണ്. ദറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് അതിന് ബാക്കി വരുന്നത് മുഴുവൻ ഈ മിഡിൽ പീപ്പിളിനാണ് അതിൻ്റെ പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾ ആ 2000 രൂപയുടെ പടക്കം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന ഒരു പെർസെൻറ്റേജ് അവർ റിഡക്ഷൻ തരും. ഒരു 25% യു ആസ്ക്, ദേ വിൽ ഗിവ് യു 10%. വർക്കേഴ്സിന് അത് കിട്ടുന്നില്ലല്ലോ അല്ലേ? അത് കിട്ടുന്നില്ല, അതാണ് അതിൻ്റെ കുഴപ്പം. ഇപ്പോൾ ഈ അവിടെ തൊഴിൽ ചെയ്ത ലേഡീസിന് 600 രൂപയും ആണുങ്ങൾക്ക് 1000 രൂപയായിരിക്കും അവർ കൊടുത്തിരിക്കുന്നത്. ബട്ട് ദാറ്റ്സ് എ ഗുഡ് എമൗണ്ട് ഫോർ ദം. ഓക്കെ, ഇവിടെ ഇതിൽ കൂടുതലും നമ്മുടെ ആൾക്കാരായിരുന്നു, അതായത് മലയാളികളായിരുന്നു. ഓക്കെ, ഇത്രയും ഭയാനകരമായ അല്ലെങ്കിൽ ഇത്രയും റിസ്ക് ഉള്ളൊരു വർക്ക്
ആലോചിച്ച് നോക്കൂ, സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു മോണിറ്ററി ബെനിഫിറ്റ് ഈസ് വെരി ഹൈ. അത് 2, നിങ്ങൾ ആ അപകടത്തിൻ്റെ വ്യാപ്തി, അതിൻ്റെ എത്ര മാത്രം ഏരിയയിലാണ് അത് അപകടത്തിൻ്റെ ശക്തി എന്നുള്ളത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഇറ്റ് വാസ് എക്സ്റ്റെൻഡഡ് ടു എ ഡിസ്റ്റൻസ് ഓഫ് 1.2 കിലോമീറ്റേഴ്സ് അല്ലേ? അപ്പോൾ എത്ര മാത്രം ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും, എന്തെല്ലാം അൺഓതറൈസ്ഡ് കെമിക്കൽസ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, എത്ര മാത്രം ഭയാനകമായ സ്റ്റോറേജുകളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ടെമ്പററി സ്ട്രക്ചറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എന്താണ് ഐഡിയൽ സിനാറിയോ? ലൈസൻസ് അനുസരിച്ച് എങ്ങനെ ആയിരിക്കണം അത്? ഇറ്റ്സ് എ വെരി വാലിഡ് ക്വസ്റ്റ്യൻ. ഒരു ഷെഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പടക്ക വ്യാപാര പടക്ക നിർമ്മാണം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മിക്സിംഗ് ഷെഡാണ് ആദ്യം വേണ്ടത്. അതായത് 2 രാസപദാർത്ഥങ്ങളെ മിക്സ് ചെയ്യുന്നു, പൊട്ടാഷ്യം നൈട്രേറ്റ്, സൾഫർ, അല്ലെങ്കിൽ അലുമിനിയം പൗഡേഴ്സ്, ഇവയെല്ലാം മിക്സ് ചെയ്യണമെങ്കിൽ മിക്സിംഗ് ഷെഡിലാണ്. ആ മിക്സിംഗ് ഷെഡിൻ്റെ വോളിൻ്റെ തിക്നെസ് 30 സെൻറ്റിമീറ്റേഴ്സ് മുതൽ 45 സെൻറ്റിമീറ്റേഴ്സ് വരെ. ഇപ്പോൾ മിക്സിങ്ങിനാണെങ്കിൽ നമ്മൾ നിർദ്ദേശിക്കുന്ന 45 സെൻറ്റിമീറ്ററിൻ്റെ വേണം, കുറച്ചുകൂടെ കട്ടിയുള്ള. മറ്റേതിനൊക്കെ 30 സെൻറ്റിമീറ്റർ മതി, പാക്കിങ്ങിനും മറ്റേതും. പിന്നെ അതിനകത്ത് 2 ഡോർ ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് വെളിയിലേക്ക് ഓടിപ്പോകാനുള്ള ഒരു ഡോറ് എമർജൻസി, പിന്നെ മറ്റേതും, അത് എമർജൻസി ഡോർ പോലെ നമ്മൾ കണക്കാക്കും. മിക്സിംഗ് ഷെഡിൽ 2 ജോലിക്കാരെ വർക്ക് ചെയ്യാനൊക്കത്തുള്ളൂ അറ്റ് എ ടൈം. അതുപോലെ മിക്സിംഗ് ഷെഡിൻ്റെ പ്രവർത്തനം രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 10:30 വരെ മാത്രമേ ഒക്കത്തുള്ളൂ. ബിക്കോസ് 10:30 കഴിഞ്ഞാൽ ആംബിയൻറ്റ് ടെമ്പറേച്ചർ വിൽ റൈസ്. സോ അതുകൊണ്ട് നമ്മൾ ആ ടൈം ലിമിറ്റ് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കർശനമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ശിവകാശിയിലൊക്കെ 10:30 കഴിഞ്ഞാൽ മിക്സ് ചെയ്യുന്ന നിർദ്ദേശം. അത് കഴിഞ്ഞാൽ 10:30 കഴിഞ്ഞ് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹി വിൽ ബി പ്രോസിക്യൂട്ടഡ് അണ്ടർ ദി എക്സ്പ്ലോസീവ് ആക്ട്. അത് 100% വരും. അതുപോലെ ഇൻസ്പെക്ഷനിൽ ബസ് ഓഫീസർ വരികയാണ്, അവിടെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹി വിൽ ബി ചാർജ് ഷീറ്റഡ്. അപ്പോൾ അവിടെയൊക്കെ ഇത് കറക്റ്റായിട്ട് പോകുന്നുണ്ട്, ഞാൻ പറഞ്ഞു, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ മിക്സിംഗ് ഷെഡ്, പിന്നെ മിക്സിംഗ് ഷെഡിൻ്റെ ചുറ്റിനുള്ള സേഫ്റ്റി ഡിസ്റ്റൻസ് 18 മീറ്റർ വേണം. ഓക്കെ, അതെ, ഇത് മിക്സിംഗ് ഷെഡെന്ന് വിചാരിച്ചോളൂ. ഇത് നിങ്ങളുടെ പാക്കിംഗ് ഷെഡ്, ഇത് നിങ്ങളുടെ പ്ലാറ്റ്ഫോം. ഓക്കെ, അതായത് ഡ്രൈ ചെയ്യാനുള്ള ഈ സാധനങ്ങൾ മിക്സ് ചെയ്ത് മാനുഫാക്ചറിങ് ഷെഡിൽ വരുന്നു. ഇത് പാക്കിംഗ് ഷെഡ്. ഓക്കെ, ദിസ് ഡിസ്റ്റൻസ് വിൽ ബി 18 മീറ്റർ. ദിസ് ഡിസ്റ്റൻസ് വിൽ ബി 11. This distance, if there is no building here, if it is your boundary, this should be 45 meters. മനസ്സിലായോ? അപ്പോൾ അത് അവരുടെ കോമ്പൗണ്ടാണ്. ഇത് എക്സ്പ്ലോസീവ് റൂളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിപ്പം മാനുഫാക്ചറിങ് ഷെഡാണ്. നമ്മളിത് മിക്സ് ചെയ്യുന്നു, മിക്സ് ചെയ്തിട്ട് ഇവിടോട്ട് കൊണ്ടുവന്നു. ഈ മുറിയുടെ ഡയമെൻഷൻ 3x3, 3x3. ഇതും 3x3 ആണ്. 3 മീറ്റർ ലെങ്ത്, 3 മീറ്റർ വിഡ്ത്ത്. ഓക്കെ, അതിനകത്ത് ഇവിടെ ഈ മാനുഫാക്ചർ ചെയ്യുന്ന ഷെഡിൽ 4 പേർക്ക് ഇരിക്കാം, മാൻ ലിമിറ്റ്. ഇവിടെ 2 പേർക്കേ ഒക്കത്തുള്ളൂ. ദാറ്റ്സ് എ ഡിഫറൻസ്. പിന്നെ ഇത് പ്ലാറ്റ്ഫോം, ഇവിടെയാണ് ഉണക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതൊരു 1 മീറ്റർ ഹൈയിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകും. പിന്നെ ഈ മിക്സിംഗ് ഷെഡിൽ റൂഫ് എന്ന് പറയുന്ന ആസ്പെറ്റോ ഷീറ്റോ GI ഷീറ്റോ നമുക്കിടാം. പണ്ട് കാലങ്ങളിൽ ആസ്പെറ്റോസ് ആയിരുന്നു. പിന്നെ ഈ ആസ്പെറ്റോസിസ് അസുഖങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ നൗ ആസ്പെറ്റോ ഷീറ്റ് ഈസ് നോട്ട് അവൈലബിൾ. വളരെ അപൂർവമായിട്ട് സിമെൻറ്റഡ് ഷീറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ GI ഷീറ്റ്. പക്ഷേ അതിൻ്റെ ട്രസ്, അതിൻ്റെ വെക്കുന്ന ട്രസ്സില്ലേ, ട്രസ് ഷുഡ് ബി ഓൾസോ MS, നോട്ട് വുഡൻ. അണ്ടർസ്റ്റുഡ്? ക്ലിയർ? അത് മുകളിൽ അതങ്ങനെ ആയിരിക്കണം. അത് റൂള് പറയുന്നതാണ്. പിന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ to 2.5 മീറ്റർ, അതിനകത്ത് അതാണ്. എന്നിട്ട് അതിൻ്റെ ഡോറുകളൊക്കെ വെളിയിലോട്ടായിരിക്കും തുറക്കുന്നത്. കാരണം നമുക്ക് ഇറങ്ങി രക്ഷപ്പെട്ടു പോകാനുള്ള ഏക വഴി എന്നുള്ളതിൽ അതിനകത്ത് ഒരു ഫയർ വർക്സ് ഫാക്ടറിയിലും വയറിങ്ങോ ഇലക്ട്രിക്കലോ ഒന്നും വരാൻ പാടില്ല. ഓൺലി ഇൻ ദ ഓഫീസ് റൂം.
മനസ്സിലായോ? ഇപ്പോൾ ഒരു ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ദ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, ദ ADMs ആർ നോട്ട് നോളജബിൾ അബൌട്ട് ഹൗ എ ഫയർ വർക്സ് ഫാക്ടറി ഷുഡ് കം. അവർ ദേ ആർ ടു ബിസി. സോ അവരെന്ത് ചെയ്യും, വില്ലേജ് ഓഫീസറെയോ വല്ലതും വിടും. ദേ ഡിഡ്ന്റ് നോ അബൌട്ട് ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടു. അപ്പോൾ ഇതിൽ നമ്മളിത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു ചെറുകിട ഫാക്ടറി ഇപ്പോൾ 15 കിലോയാണ് ADMന് കൊടുക്കാനുള്ള ലൈസൻസ്. കേരളത്തിൽ ആകെ കൂടി 2 പെസോ ലൈസൻസേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? ഇതിന് വരത്തില്ല അവർ. കാരണം പെസോ വിൽ നോട്ട് ഗീവ് എനി ലൈസൻസ് വിത്തൗട്ട് ദിസ് 18 meter സേഫ്റ്റി ഡിസ്റ്റൻസ്, വിത്തൗട്ട് ദിസ് 12 meter സേഫ്റ്റി ഡിസ്റ്റൻസ് ഫോർ ദി മാനുഫാക്ചറിങ് ആൻഡ് പ്ലാറ്റ്ഫോം. ആൻഡ് ദർ ഈസ് അനദർ വൺ ദാറ്റ് ഈസ് കോൾഡ് എ മാഗസീൻ. This is where we are storing the fireworks after manufacturing. മാനുഫാക്ചർ ചെയ്ത് ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് വെക്കുന്നു. ഓക്കെ, ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഈ മിക്സിംഗ് യൂണിറ്റും മാനുഫാക്ചറിംഗ് യൂണിറ്റും പറഞ്ഞാൽ മിക്സ് ചെയ്ത് ഈ കരിമരുന്ന് ക്രാക്കർ ആക്കുന്നതാണ് മാനുഫാക്ചറിങ്. അത് കഴിഞ്ഞ് ഇതിവിടെ വന്നിരുന്ന് പാക്ക് ചെയ്യും. മനസ്സിലായി? പാക്ക് ചെയ്തിട്ട് ഇവനെ ഞാൻ കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് മാഗസീനിലോട്ട് വെക്കും. സോ ദിസ് ഇസ് ദ പ്രോസസ്. ക്ലിയർ? അവിടെയാണ് ഒരു കാര്യം. പാക്ക് ചെയ്തിട്ടാണോ ഇത് പ്ലാറ്റ്ഫോമിൽ ഉണക്കാനായിട്ട്? അല്ല, മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മാനുഫാക്ചർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഉണക്കാൻ വെക്കും. ഉണക്കാൻ വെച്ചിട്ട് പിന്നെ പാക്ക് ചെയ്യും. ഇവൻ മിക്സിങ്ങിലേ ഉള്ളൂ. ഈ മിക്സിങ്ങിൽ പ്രഷർ കൂടി കഴിഞ്ഞാൽ ഇത് ചെയ്യില്ല, പിന്നെ ബ്ലാസ്റ്റ് ആവില്ല? എന്ത് പ്രഷർ കൊടുക്കും? അല്ല, ഇവരിങ്ങനെ ഇത് നിറയ്ക്കുമ്പോൾ അവിടെയൊക്കെയാണ് നിങ്ങൾ കറക്റ്റ് ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ നിറയ്ക്കുന്നു നമ്മളെന്താ പറയുക, ഫ്ലവർ പോട്ട്സിന് മലയാളത്തിൽ പറയാം ഇങ്ങനെ പൂക്കുറ്റി അല്ല ഫ്ലവർ പോട്ട്സ് മലയാളത്തിൽ കൊരോപ്പുണ്ട്. കൊരോപ്പ് ഇങ്ങനെ വന്നിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ മുകളിലൂടെ ഇങ്ങനെ ഇത് വരുന്ന ഈ ഫ്ലവർ പോട്ടിനകത്തോട്ട് നമ്മൾ ഈ മരുന്നുകളൊക്കെ നിറയ്ക്കണം. നിറച്ച് കഴിഞ്ഞാൽ അത് സ്റ്റെം ചെയ്യണം. സ്റ്റെം ചെയ്യാൻ ഉപയോഗിക്കുന്നത് വുഡൻ ലോക്സ് ആണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, MS-ൻ്റെ ചെറിയ കമ്പി എടുത്തിട്ട് അപ്പോൾ ആ സ്പാർക്ക് വരാം. മനസ്സിലായ? ആ സ്പാർക്കിൽ നിന്ന് ഒരു തീപ്പരി വന്നാൽ ഗൺ പൗഡർ ഈസ് സോ ഡേഞ്ചറസ്, വളരെ ഡേഞ്ചറസ് ആണ്. ഇപ്പം ഞാൻ തന്നെ എനിക്കറിയാം, മാവേലിക്കര എന്നൊരു സ്ഥലത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അജിത്തുമായിട്ട് ഞാൻ കുറച്ച് പോലീസ് സ്റ്റേഷനിൽ ഇത് പിടിച്ചു കഴിഞ്ഞിട്ട് അത് നശിപ്പിക്കാനായിട്ട് ആ മാവേലിക്കര പോലീസ് സ്റ്റേഷൻ്റെ അപ്പം ഞാൻ ഒരു ഗ്രൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു, നമുക്ക് അവിടെ നശിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് കുറച്ച് ഗൺ പൗഡർ ഉണ്ടായിരുന്നു, ഈ ഗൺ പൗഡർ. അപ്പം ഉച്ചയ്ക്ക് 2 മണിയാണ്ടായി. അപ്പം ഐ എം വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ്. അപ്പോൾ എൻ്റെ സുഹൃത്തും എന്നെ സഹായിക്കാനായിട്ട് വന്നു. എൻ്റെ ഡ്രൈവറും എല്ലാവരും വന്നു. പിന്നെ പോലീസുകാർ അവർ ഇത് എടുത്തു വെക്കാനും ഒക്കെ സഹായിക്കും പോലീസുകാരുടെ അവിടെ. ഞാൻ പറയുകയാണ് ഇതിങ്ങനെ വിരിച്ച് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം തിരിച്ചു പൊക്കോളൂ, ഫയറിങ് ഐ വിൽ ഡു ഇറ്റ്. അങ്ങനെ അവിടെ എല്ലാം നമ്മൾ തന്നെ ഫയർ ചെയ്യും, അവരെ ആരെയും എടുക്കത്തില്ല. അപ്പം ഞാൻ സാധാരണഗതിയിൽ ഒരു തുവാല വിരിച്ച് ഇങ്ങനെ നോക്കും വെർ ഇസ് ദ വിൻഡ് കമ്മിങ് എന്നുള്ളത്. നമ്മളവിടെ പോയി മിഡിലിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കറിയില്ല വിൻഡിൻ്റെ ഡയറക്ഷൻസ്. അവിടുത്തെ തെങ്ങിൻ്റെ ഓലകളും പോകുന്നതനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെയൊക്കെ. അന്ന് ഞാൻ വിൻഡിൻ്റെ ഡയറക്ഷൻ നോക്കിയപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് കറക്റ്റായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ എനിക്ക് ഫയർ ചെയ്യാം. അപ്പോൾ ഫയർ ചെയ്യാനായിട്ട് നമ്മളൊരു സ്റ്റിക്കിൽ ഒരു തുണി കെട്ടിയിട്ട് നമ്മളൊരു കെറസിനിൽ മുക്കും. എന്നിട്ട് നമ്മളൊരു ദൂരെ നിന്നിട്ടാണ് അത് ഫയർ ചെയ്യുക. കാരണം പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് ദാറ്റ് സെക്കൻഡ് ദ വിൻഡ് ഹാസ് ടേൺ ദ ഓപ്പോസിറ്റ് സൈഡ്. എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. സോ വി റാൻ ബാക്ക്. ഓണസ്റ്റ് ദൈവാധീനത്തിന് നമ്മളെ പൊള്ളലേറ്റില്ല, അല്ലെങ്കിൽ വി വിൽ ബി ബേൺഡ് ലൈവ്. അതാണ് ഈ ഗൺ പൗഡറിൻ്റെ ഒരു പ്രോപ്പർട്ടി ഞാൻ പറയുന്നത്. ഇറ്റ് ഇസ് സോ ഡേഞ്ചറസ്. ഈ ലൈസൻസ് ആവശ്യമുള്ളത് മിക്സിങ്ങിനാണോ? ഞാൻ ചോദിക്കുന്ന ഓരോന്നിനും സെപ്പറേറ്റ് ലൈസൻസ് ആണോ? മിക്സിങ്ങിന് ഒന്ന് അല്ലെങ്കിൽ അല്ല അത് മാനുഫാക്ചറിങ് പ്രോസസ്സ്. നമ്മൾ കൊടുക്കുന്നത് ഫയർ വർക്സ് എത്ര കിലോ, 400 കിലോ. ചൈനീസ് ക്രാക്കേഴ്സ് എത്ര കിലോ,
നിങ്ങൾ ഉണ്ടാക്കണോ? ചൈനീസ് ക്രാക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മാലപ്പടക്കമില്ലേ, ആ സാധനം. പാം ലീഫ് ക്രാക്കേഴ്സ് എത്ര എണ്ണം, ഓക്കെ, അതിനാണ് നമ്മൾ ലൈസൻസ് കൊടുക്കുക. അപ്പോൾ ദേ ഷുഡ് ബി ആ ലൈസൻസ് കപ്പാസിറ്റിയിൽ നിൽക്കണം. അപ്പോൾ മിക്സ് ചെയ്യുന്നത്, മിക്സിങ്ങിന് നമ്മൾ പറഞ്ഞില്ലേ 2.5 കിലോ 5 കിലോ ആ ലിമിറ്റിലേ മിക്സ് ചെയ്യാനൊക്കെയുള്ളൂ ഒറ്റത്തവണ, 2.5. അപ്പോൾ അതിന് ആ ലിമിറ്റ് ഇവരെല്ലാം തന്നെ ഇത് കൂടുതൽ മിക്സ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അജയ് ദേ വാണ്ടഡ് ടു ഫിനിഷ് ഇറ്റ് ഓഫ് ഫാസ്റ്റ്. സോ അവിടെയാണ്. അപ്പോൾ എന്താണ് പെസോ റൂൾസിൽ പറയുന്നത്? ദ ഫ്ലോറിംഗ് ഷുഡ് ബി സ്മൂത്ത്, ദർ ഷുഡ് നോട്ട് ബി എനി പിറ്റ്സ് ഓർ ഡിപ്രഷൻസ്, ഇറ്റ് ഷുഡ് ബി വെരി വെരി ക്ലീൻ, നീറ്റായിരിക്കണം. അതിനകത്ത് യാതൊരുവിധ പിറ്റും ഡിപ്രഷൻസും ഒന്നും ഉണ്ടാവരുത്. സോ ദാറ്റ്സ് വാട്ട് ദേ വെർ ടു ബി വെരി ക്ലീൻ ആൻഡ് നീറ്റ്. അപ്പോൾ എന്താണ്, നമ്മളിതിന് മിക്സ് ചെയ്യുമ്പോൾ ഒരു കാരണവശത്താലും ഒന്നും ഉണ്ടാവില്ല. അവർക്കവിടെ ഉടൻ നമ്മുടെ സ്റ്റൂൾസ് ഉണ്ടായിരിക്കും, അതിലിരുന്നായിരിക്കും അവർ മിക്സ് ചെയ്യുന്നത്. ആ മിക്സിങ് കഴിയുമ്പോൾ അവരുടെ കയ്യിൽ വാച്ച് കാണരുത്, ഒന്നും കാണരുത്. ഇതൊക്കെയാണ് നമ്മുടെ റൂൾ. ഇവിടെ എന്തായിരുന്നു, ഇവിടെ ഒരു ടോർപ്പാളയും വിളിച്ചിട്ട് തറയിലിട്ടിട്ട് മിക്സ് ചെയ്യും. കുറച്ചൊരു 3 മീറ്റർ അപ്പുറത്തോ 2 മീറ്റർ അപ്പുറത്തോ സ്ത്രീകൾ ഫ്യൂസ് ഉണ്ടാക്കും. ഫ്യൂസ് ഉണ്ടാക്കി അവർ വിരിച്ചിടും. തൊട്ടപ്പുറത്ത് ഒരു 3 മീറ്റർ 1 മീറ്റർ അപ്പുറത്തെ കാണാം അടുത്ത ആളുകൾ ഇതെല്ലാം കൂടെ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഡ്രൈയിങ്ങിന് പ്ലാറ്റ്ഫോമോ ഒന്നും തന്നെ ഇല്ല. സോ ജസ്റ്റ് അവർ അങ്ങനെയാണ് കാണുന്നത്. ദേ വിൽ നോട്ട് ഡു എനി, അവർക്ക് അതിനെപ്പറ്റി അറിയില്ല. ഇനിയും അവർ പോകില്ല ഈ വർക്കിന്. ഈ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ആഘാതത്തിൽ അവർ പോകാതിരിക്കുന്നത്. പക്ഷേങ്കിൽ ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വെടിമരുന്നെന്ന് പറയുന്നത് ഈ വെടിമരുന്ന് നിർമ്മാതാക്കൾക്ക് അവർക്കൊരു ലഹരിയാണ്. ദേ ആർ അഡിക്റ്റഡ് ടു ഇറ്റ്. നമ്മൾ മദ്യത്തിന് അടിമയാകുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഈ മാനുഫാക്ചറേഴ്സ്. മാത്രമല്ല ദേ ആർ സോ അഡിക്റ്റഡ്. അതായത് ഈ 10 നിലയിൽ പൊട്ടുന്നു, 15 നിലയിൽ പൊട്ടുന്നു എന്നൊക്കെ അവർ ഭയങ്കര ആവേശത്തോടു കൂടിയാണ് അത് എക്സ്പ്ലെയിൻ. നിങ്ങൾ അദ്ദേഹത്തോട് പോയി സംസാരിച്ച് നോക്കൂ. ഞാൻ ഒരു ഉദാഹരണം നിങ്ങളോടെല്ലാം ചോദിക്കാം. നിങ്ങൾ ഇവിടെ എല്ലാം പടക്കക്കടകളുണ്ട്. ഏതെങ്കിലും പടക്കക്കട, താങ്കൾ വീട് എവിടെയാണ്? തിരുവനന്തപുരം. കൊച്ചിലെ ഉള്ള പടക്കക്കട വരെ ഇപ്പോഴും ഉണ്ട്. ഒരു പടക്കക്കട ക്ലോസ് ആവില്ല. എന്തുകൊണ്ടാണ്? വൈ? യെസ്, പടക്കക്കട പൂട്ടിയിട്ടുള്ളത്, ശാലയിൽ വരെ പൂട്ടിയിട്ടുള്ളത് ബിക്കോസ് ഹി ഹാഡ് ക്രോസ് ഓഫ് ഡെപ്റ്റ്സ്. അയാൾ എന്തെങ്കിലും അയാളുടെ ആ നഷ്ടങ്ങൾ നികത്തിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ബിസിനസ് ഹി വിൽ സ്റ്റാർട്ട് ഈസ് പടക്കക്കട. You see anywhere in Kerala or Tamil Nadu or anywhere, there traditionally they will fight for that business. ഏത് കോർട്ടിൽ പോയാലും അവർ ഫൈറ്റ് ചെയ്യും. അതെ, കാരണം ബർമ ഫയർവർക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി, ചാമ്പ്യൻ ഫയർവർക്സ് ഇരിഞ്ഞാലക്കുട, ഇവർക്ക് 2 എപ്പിസോഡ് ലൈസൻസ് ഉള്ളൂ. അവർ മാനുഫാക്ചർ ചെയ്യുന്ന ഈ ഏരിയയിലായിട്ടൊന്നുമില്ല. അവർ മാനുഫാക്ചർ ചെയ്യുന്നത് ഫ്ലവർ പോട്ട്, അങ്ങനെയൊക്കെയുള്ള ചെറുകിട ആറ്റം ബോംബ്, അങ്ങനെയൊക്കെയുള്ള ചെറുകിട പടക്കങ്ങൾ മാത്രം അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. കാരണം അവർക്കറിയാം കേരളമാണ്, ഇറ്റ് ഈസ് സോ ഡേഞ്ചറസ്. അവർ റിസ്ക് എടുക്കുകയില്ല. ദേ വിൽ നോട്ട് ടേക്ക് എനി റിസ്ക് ഓൺ ദാറ്റ്. ബാക്കി എല്ലാ കോൺട്രാക്ടേഴ്സും ലൈസൻസ് ഇല്ലാതെയാണ് വർക്ക് ചെയ്യുന്നത്. ഏത്? ഈ 2 പേരൊഴികെ ബാക്കി എല്ലാവരും ഡിസ്ട്രിക്ട് കളക്ടറുടെ ലൈസൻസ് എടുക്കും, ADM ലൈസൻസ്. പെസോയുടെ ലൈസൻസ് ഇല്ലാതെ. അതെ, പെസോയ്ക്ക് ലൈസൻസ്, പെസോയുടെ 15 കിലോ വരെ മാനുഫാക്ചർ ചെയ്യുന്നതിന് ജില്ലാ കളക്ടറുടെ ലൈസൻസ് മതി. പക്ഷെ അതാണല്ലോ മിസ്യൂസ് ചെയ്യപ്പെടുന്നത് അല്ലേ സാർ? എവിടെയോ ടൈംസ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതേ സാധനം തന്നെ 15 മൾട്ടിപ്പിൾ ടൈംസ് മാനുഫാക്ചർ ചെയ്ത്, അത് ശരിയാണോ? ഈ 15 എന്ന് പറഞ്ഞാലും അതിനെ മൾട്ടിപ്പിൾ ടൈംസ് ആണ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത്. അതെ, കറക്റ്റ്, അതാണ് ഉണ്ടാക്കുന്നത്. കാരണം 15 കിലോയുടെ ഒരു ലൈസൻസ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നു. അപ്പം ഒരു മാസത്തിൽ ഹൗ മെനി ടൈംസ് മാനുഫാക്ചർ ചെയ്യാമെന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഡിസ്ട്രിക്ട് കളക്ടർ. ഓക്കെ, ലൈസൻസിൽ അത് സ്പെസിഫൈ ചെയ്യുന്നില്ല. 3 ടൈംസ് സ്പെസിഫൈഡാണ് എല്ലാവർക്കും. അത് കഴിഞ്ഞ് ആവശ്യകത അനുസരിച്ച്
അവർ അപ്ലൈ ചെയ്യുമ്പോൾ കളക്ടർ അത് അമെൻഡ് ചെയ്ത് കൊടുക്കാം. Okay, they can make it 6 times, they can make it 10 times, they can make it 15 times, they can make it 20 times. That's the discretion of the collector. He will see whether it is required or not. അതെന്തുകൊണ്ട് അതിൻ്റെ കാൽക്കുലേഷൻസ്. ഞാൻ ജില്ലാ കളക്ടർമാരിൽ ഏറ്റവും നല്ലൊരു കളക്ടർ ഉണ്ടായിരുന്നു നമ്മുടെ തൃശ്ശൂരിൽ. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, ഒരു ഡോക്ടറാണ്. അല്ലല്ല, ശരിക്കല്ല. No. He was then the veterinary doctor. I will tell you. His name is with me. He is one of the best IAS officers who had calculated the entire thing in a very nice way. All calculation done അല്ലാതെ അദ്ദേഹം ലൈസൻസ് കൊടുക്കുകയില്ലായിരുന്നു. അദ്ദേഹത്തെ പോലുള്ള ഓഫീസേഴ്സാണ് റിയലി കൗശികൻ. Yeah, he is one of the best officers. Then Anupama also was very good. കൗശികൻ്റെ നിന്ന് അനുപമയാണ് ചാർജ് എടുക്കുന്നത്. അപ്പോൾ and Kausikan every minute he will call me and ask me how to analyze this, how to calculate it. And on his years, 2 years, അപ്പോൾ ഈ 2 വർഷം അദ്ദേഹം അവിടെ ഇരുന്നപ്പോൾ the entire things has changed. There was not a single accident in any of the 5X premises because he was continuously monitoring. He did the calculations of each, and if he had a doubt, he will WhatsApp me how to do it, how we can manage it. And 2 years I was at Hyderabad at that time. So ഈ വെടിക്കെട്ട്, തൃശ്ശൂരിലെ വെടിക്കെട്ടിന് ഏകദേശം 16 വർഷം ഞാൻ അതിൻ്റെ ഇൻവോൾവ് ആയിരുന്നു. ഓക്കെ, 2006 ഞാനിവിടെ വർക്ക് ചെയ്യുമ്പോഴാണ് പാറമേക്കാവിൻ്റെ മാനുഫാക്ചറിങ് പ്രിമിസസിൽ ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. അതിൽ 7 പേര് മരിക്കുകയും 14 പേർക്ക് ഇഞ്ചുറി ചെയ്യുകയും ചെയ്തു. ആ മരണത്തിന് ശേഷം അന്ന് ഉണ്ടായിരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ the entire 5X was stored in the magazines itself. സോ നമുക്കത് അവിടുന്ന്, പക്ഷേ കുറച്ച് മറ്റേ പറമേക്കൻ്റെ പ്രിമിസസിൽ മാനുഫാക്ചറിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപകടം ഉണ്ടാകുന്നു. ദ ലാസ്റ്റ് ബട്ട് 1 day അങ്ങനെ എന്നാണ് എൻ്റെ ഓർമ്മ. എന്നിട്ട് ഈ അപകടം, അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇവരിതെല്ലാം ഇങ്ങോട്ട് മാറ്റി, ഈ 2000 കിലോ മാഗസീൻസിലേക്ക് മാറ്റി. ആ മാഗസീൻസിൽ ഇരുന്ന പടക്കം നമ്മൾ അവിടെ ആ മൈതാനത്ത് ഈ വെടിക്കെട്ട് നോളവല തന്നെ നടത്തി നശിപ്പിച്ചു. അതേ പ്രോസസ് വി ടുക്ക്, അതുപോലെ തന്നെ വെടിക്കെട്ട് പോലെ തന്നെ നടത്തി നശിപ്പിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അത് വേറെ ഒരു അഗ്രികൾച്ചർ ഫീൽഡിലേക്കോ വല്ലതും കൊണ്ടുപോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ക്വൈറ്റ് റിസ്കി. അപ്പോൾ കാരണം ഇതിനകത്ത് പൊട്ടാഷ്യം ക്ലോറൈഡിൻ്റെ അംശം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ അസ്. അപ്പോൾ അന്ന് നമ്മൾ കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ആക്സിഡൻറ്റ്സ് നിന്നു. പക്ഷേ അത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കൂ, 20 കൊല്ലമായിട്ട് ഒറ്റ അപകടം ഈ തൃശ്ശൂർ പൂരത്തിൻ്റെയോ നെന്മാറ വേലയുടെയോ ഒന്നും മൈതാനത്തുണ്ടായിട്ടില്ല, അറ്റ് എ ഡിസ്പ്ലേ സൈറ്റ്. അതെന്തുകൊണ്ട്? ബിക്കോസ് ദേ ആർ വെരി കീൻ ദാറ്റ് ദെയർ ഡിസ്പ്ലേ സൈറ്റ് ഷുഡ് ബി സേഫ്റ്റി ഒബീഡിയൻ്റ് ആയിരിക്കണം. സേഫ്റ്റി കോൺഷ്യസ് അവർക്കുണ്ട്. ദേ ഡു ദ SOPs. അവരതിന് വളരെ സ്ട്രിക്റ്റാണ്. ഞാനും ഈ അനുപമയും കൗശികൻ ഇവരെല്ലാം IAS ഓഫീസേഴ്സ്. അവരുമായിട്ടൊക്കെ രാത്രി 2:30-3 മണി വരെ ഈ വെടിക്കെട്ട് കഴിയുന്നവരെ ഞങ്ങളവിടെ സൈറ്റിലായിരിക്കും. ഞങ്ങളുടെ മുന്നിലാണ് കൂട്ടപ്പിരിച്ചിലുണ്ടാവുക. ഐ വാസ് സിറ്റിംഗ് വിത്ത് കൗശികൻ ഇൻ ദ മിഡിൽ വെയർ ദ കൂട്ടപ്പിരിച്ചിൽ. ആ ലാസ്റ്റ് ഫേസ് യു ആർ സീൻ ഇറ്റ്. നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് യു മസ്റ്റ് ഫീൽ ഇറ്റ്. യു മസ്റ്റ് ഫീൽ ദാറ്റ് അയലൈറ്റിൻ്റെ ഹോട്ടലിൻ്റെ മുകളിൽ വല്ലതും പോയിരുന്ന് കാണണം. ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് ഫീലിംഗ്. യുവർ ഹാർട്ട് വിൽ സ്റ്റോപ്പ്. ദാറ്റ് മച്ച് സൗണ്ട് ആൻഡ് അതർ തിങ്സ് വിൽ കം ഇൻ ദാറ്റ് വൺ. ഏഷ്യാസ് ലാർജസ്റ്റ് 5X ഡിസ്പ്ലേ ആണിത്. ദിസ് ഇസ് ഏഷ്യാസ് ലാർജസ്റ്റ് 5X ഡിസ്പ്ലേ. പക്ഷേ ഇതിൻ്റെ ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാം. ഇതിലെ ഉണ്ടാക്കുന്ന കലാകാരന്മാർ, അവരെ കലാകാരന്മാരെന്ന് തന്നെ പറയാം നമുക്ക്, നോട്ട് മാനുഫാക്ചറേഴ്സ്. അതിലെ കുഴിമിന്നൽ ഇതൊന്നും വേറെ ഒരു രാജ്യത്തുമില്ല.
This fireworks is entirely the fireworks made by the artist in Thrissur. നിങ്ങൾക്കറിയുമെന്നറിയില്ല, അവിടുത്തെ തൃശ്ശൂരിലെ തിരുവമ്പാടിയുടെ ഒരു വിഭാഗത്തിൽ അവിടെ കുറച്ച് ഇതിൽ ഭയങ്കര അട്രാക്റ്റഡ് ആയിട്ടുള്ള കുറേ ആളുകളുണ്ട്. സം മേനോൺസ്, ഐ വിൽ ടെൽ ദം. അവർ ദേ ആർ ക്രേസി ഓൺ ദിസ്. അവരുടെ മക്കളെല്ലാം US-ലാണ്. For 26 years they are all at US. ഇദ്ദേഹവും അവിടെയാണ്. ഈ സമയമാകുമ്പം they all will be 3 months ഇവിടെ ആയിരിക്കും. എന്നിട്ട് ഈ മിക്സ് ചെയ്യാനും ഇത് ഉണ്ടാക്കാനും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവരുടെ കയ്യിലുള്ള നോളജ് ഉണ്ടല്ലോ. ഈച്ച് ഓഫ് ദി കെമിക്കൽസ് ദേ നോ, ഈച്ച് ഓഫ് ദി പ്രോസസ് ദേ നോ, ഈച്ച് ഓഫ് ദി സേഫ്റ്റി പ്രിക്കോഷൻസ് ദേ നോ. See, some of these items like കുഴിമിന്നൽ, ഇവയൊക്കെ ചിലതിൻ്റെ പേര് ഗർഭം കലക്കി എന്നാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. ദാറ്റ് നെയിം ഇറ്റ് സെൽഫ് ഈസ് ഗർഭം കലക്കി. അതെല്ലാം ഞാൻ നിർത്തിച്ചു. ദാറ്റ് ഓൾ വി ഐ സി. ഇവർ നേരത്തെ 12 ഇഞ്ച് 14 ഇഞ്ച് 20 ഇഞ്ച് വരെയൊക്കെ പൊട്ടിക്കുമായിരുന്നു. സൈസ് ഓഫ് ദ ഡയമീറ്റർ ഓഫ് ദി സൈസ്. ഐ സ്റ്റോപ്പ് ടു 6. ഇവരുമായിട്ട് ഞാൻ മൈതാനത്ത് വെച്ച് അടി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ വെച്ച് തന്നെ ഐ ടുക്ക് ദം. 6 ഇഞ്ചിൻ്റെ പെർമിഷൻ കൊടുത്തിട്ട് അവർ ഒരു ദിവസം 8 ഇഞ്ചിൻ്റെ കൊണ്ടുവന്നു. കൗശികനിരിക്കുമ്പോൾ മിസ്റ്റർ കൗശികൻ വാസ് ദി ഡിസ്ട്രിക്ട് കളക്ടർ. We never allowed them. We specifically said, you remove it. We will not allow that. We will not. അവിടെ 2 മണിക്കൂർ വെടിക്കെട്ടിൻ്റെ ഡിലേ ആയി അന്നത്തെ. ഞാനുമായിട്ടുള്ള വഴക്ക്. സുനിൽകുമാർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഓടി വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആദ്യം അദ്ദേഹം ചോദിച്ചു നമുക്ക് ചെയ്താലോ. ഞാൻ പറഞ്ഞു നോ, നത്തിങ് പോസിബിൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു യെസ്, യുവർ ഡിസിഷൻ ഈസ് ഫൈനൽ, വി വിൽ നോട്ട് കമ്പൽ യു ടു ഡു എനിത്തിങ്. അവരെ കൊണ്ട് അത് മുഴുവൻ എടുപ്പിച്ച് മാഗസീനിലാക്കി പിറ്റേ ദിവസം ഡിസ്ട്രോയ് ചെയ്തു. പക്ഷേ അത് നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലിമിറ്റിന് അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതാണ് ഇവരെല്ലാം പാഷനേറ്റാണ്. എന്നിട്ട് ഇവരെല്ലാം തന്നെ അത് പൊട്ടിച്ചു കഴിഞ്ഞാലും പിന്നെ ഒരു ഉച്ചയ്ക്കൊരു പൊട്ടിക്കലുണ്ട്. ദാറ്റ് ഈസ് അതിന് ഒരു ഫങ്ഷൻ്റെ പേരുമുണ്ട്. അത് പകൽപൂരത്തിൽ ഇവർ വേറെ ഇത് നമ്മളറിയില്ല. പകൽപൂരത്തിന് ഭയങ്കര വെയിലായിരിക്കും. നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഉണ്ടല്ലോ, ലാസ്റ്റ് മിനിറ്റിൽ എവിടുന്നെങ്കിലുമൊക്കെ സാധനം വരും. ദാറ്റ് വി കനോട്ട് ഡു എനിത്തിങ് അറ്റ് ദാറ്റ് ടൈം. ഓക്കെ, ദേ ആർ ക്രേസി. ക്രേസി മീൻസ് അതിന് വേർഡുകൾ നമുക്ക് വേറെ വേർഡൊന്നും ഉപയോഗിക്കാനൊക്കാത്ത രീതിയിലുള്ള ക്രേസിനെസ്സാണ് ദി ഫാൻസ് ഓഫ് ദി തൃശ്ശൂർ പൂരം. So you understand that 2 lakhs people who throng around the entire area. 2 lakhs ഒന്നും അല്ല. അതുമല്ല, ഈ ഫൈനൽ പോയിന്റിലാണ് ഇവരെല്ലാം നിൽക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഈ അനുപമ അവർ കളക്ടറായിരുന്ന സമയത്തും നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന് അപ്പോൾ എന്താ പറ്റുന്നത്, ഈ സേഫ്റ്റി ഡിസ്റ്റൻസ് അറ്റ് ദി ഫൈനൽ ഫിനിഷിംഗ് പോയിന്റ് ഈസ് നമ്മൾ ഒന്ന് മെഷർ ചെയ്തപ്പോൾ 97 മീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ 3 meters ലെസ്സായി. കാരണം ജനം ഇങ്ങോട്ട് കയറുകയാണ്. ഐ സെഡ് നത്തിങ് ഡൂയിങ്, ബാരക്കേഡ് ഇറ്റ്. ഓക്കെ, അപ്പം ബാരക്കേഡ് ചെയ്തേ പറ്റൂ. ഐ വാണ്ട് 100 meters ഇൻ ദാറ്റ് ഫിനിഷിംഗ് പോയിന്റ്. ഓക്കെ, സോ ദേ വിൽ പുഷ് ദ പീപ്പിൾ ഔട്ട്. എന്നിട്ട് ആ താൽക്കാലിക ബാരക്കേഡ് അവിടെ കൊണ്ടുവെക്കും. ഓക്കെ, അത് അവരിതെല്ലാം സഹകരിക്കും കേട്ടോ. ഇതൊക്കെ ചോദിക്കട്ടെ, 100 meter എന്ന് പറയുന്നത് ഈ സ്പാർക്ക് വീഴാൻ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഏരിയ, ആ ഒരു പെരിമീറ്റർ ആണ്. അല്ല, അങ്ങനെയല്ല. കറക്റ്റ് പൊട്ടിക്കുന്ന സ്ഥലം. ഇത് കുഴികൾ നോക്കൂ, 1 2 3 4 5 6 കുഴികൾ. എന്നിട്ട് ഇതിൻ്റെ ബൗണ്ടറി ഉണ്ട്. സോ വി ടേക്ക് ദ മെഷർമെൻറ്റ് ഫ്രം ദാറ്റ് ബൗണ്ടറി ടു ദ ക്രൗഡ്. ദാറ്റ് ഈസ് 100 meters. ദാറ്റ് ഷുഡ് ബി 100 meters. പക്ഷേ ഇവർക്ക് ഈ 2 ലക്ഷം ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഇതാ, ദാറ്റ് ത്രോപ്പ്, ദാറ്റ് അവരുടെ ആ ആവേശം ഉണ്ടല്ലോ. ദാറ്റ്സ് if you are in the ground, you understand the ഒരു ക്രിക്കറ്റിൽ സച്ചിൻ സെഞ്ചുറി അടിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, അതേ സെയിമാണ് ആ സൗണ്ട് വരുന്നത് അവിടെ ആ സമയത്ത്. ദാറ്റ് ഫിനിഷിംഗ് പോയിന്റിൽ ഇത്രയും സൗണ്ട് കഴിഞ്ഞിട്ടും ജനങ്ങളുടെ ആരവം, ദാറ്റ് ഈസ് സംതിങ്, ദാറ്റ് ഈസ് യുണീക്ക്. യു കനോട്ട് ഫീൽ ഇറ്റ് until you are at the ground. ദാറ്റൊക്കെ
16 വർഷം അത് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മൈ സേയിങ് ദാറ്റ് ഹൗ ദിസ് സി ഐ എം നോട്ട് എഗൈൻസ്റ്റ് ദിസ് ടു ബി സ്റ്റോപ്ഡ് ഓർ എനിത്തിങ് ബട്ട് ഇറ്റ് ഷുഡ് ബി ഡൺ it should be done judiciously, it should be done safely, and they should follow the rules. നിങ്ങൾക്കറിയോ 100 വർഷമായിട്ട് ഒരു അപകടവും നടക്കാത്ത ഫാക്ടറികൾ തമിഴ്നാട്ടിലെ ശിവകാശിയിലുണ്ട്. 42 ഫാക്ടറികളിൽ ഇന്നുവരെ ഒരപകടം ഉണ്ടായിട്ടില്ല. അവർ ഈ ഏരിയൽ ഐറ്റം എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ആ മുട്ടിൻ്റെ വേറെ രൂപങ്ങൾ, ഏരിയൽ ഐറ്റം ദേ കോൾ ഇറ്റ്, ദേ ആർ മാനുഫാക്ചറിങ് ഇറ്റ്. But there are factories who doesn't have any accidents in Shivakashi. So this is not possible എന്ന് പറയാനൊക്കത്തില്ല. This is the commitment with the workers. That's the commitment with the management. Those who are manufacturing it. അതില്ലാത്തടത്തോളം കാലം this will continue on. ഇതിന് ഒരു സൊല്യൂഷനേ ഉള്ളൂ. ഈ ചെറുകിട വ്യവസായങ്ങൾ, ഈ ചെറുകിട ഫാക്ടറികൾ, ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ലൈസൻസ് ഇവിടെ ആയിരിക്കില്ല, 100% എനിക്ക് ഉറപ്പാണ്. ഈ പറയുന്ന സർവേ നമ്പറിലൊന്നും ആയിരിക്കുകയില്ല, തെറ്റായിരിക്കും. അദ്ദേഹത്തിന് വല്ല മലമുകളിലോ ആരുമില്ലാത്ത സ്ഥലത്തായിരിക്കും അദ്ദേഹം അവിടെ 4-5 ഷെഡ് അന്ന് പണിഞ്ഞ് കാണും. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ ആൾക്കാർ, തഹസിൽദാരും RDO ഒക്കെ അന്ന് പോയി കാണും അവിടെ. എന്നിട്ടായിരിക്കും അവർ ലൈസൻസ് കൊടുത്തത്. ആ സമയത്ത് ഇതെല്ലാം കാണും. അത് 18 മീറ്റർ സേഫ്റ്റി ഡിസ്റ്റൻസ് ആ മലമുകളിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത് എന്നിട്ട് അവിടെ ഷെഡും മാഗസീനും ഒക്കെ കാണുമായിരിക്കും. ഐ ഫീൽ ദാറ്റ്. Because we are not PESO is not involved in the district magistrates. അവരുടെ റോൾ അവർക്കാണ്, നമ്മുടെ റോൾ നമുക്കാണെന്നുള്ളത് പറയുന്ന പോലെ. ഐ കനോട്ട്, നമുക്ക് തന്നെ നമ്മുടെ പ്രിമിസസ് നോക്കാൻ സമയമില്ല. PESO is having in one state only 2 offices. They are looking after petroleum, they are looking after gas cylinder, they are looking after explosives, quarries, mines and other things, and fireworks. They are looking after cross country pipelines. And they have to attend any calls which any government of bodies will request for their suggestions. അതിനൊക്കെ ആൻസർ ചെയ്യാൻ നിൽക്കണം. അപ്പോൾ this 2 offices, how can it be done all this one? They work up to 9 o'clock and then only going to home. So their workload is so immense. പിന്നെ ഇതുപോലുള്ള എന്തെങ്കിലും അപകടം ഉണ്ടായാൽ അതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അതിൽ വരുന്ന ഈ എക്സ്പ്ലോസീവ്സ് അതിനെ ഡിസ്ട്രോയ് ചെയ്യണം. ദാറ്റ്സ് ദ ഡ്യൂട്ടി ഓഫ് ദീസ് സിസ്റ്റേഴ്സ്. അൺഓതറൈസ്ഡ് എക്സ്പ്ലോസീവ്സ് മാത്രമാണ് go to the bomb squad of the police. All the authorized explosives has to be destroyed by the PESO officers. That's the rule states. ഈ തൃശ്ശൂരിലെ കേസിൽ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈവൻ ഇഫ് ഇറ്റ് ഈസ് അൺലൈസൻസ്ഡ് പ്രമിസസ് ആണെന്ന് വിചാരിക്കുക, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അറിയാം ഇവിടെ ഇങ്ങനെ ഹ്യൂജ് ഒരു ഇത് നടക്കാൻ പോകുന്നുണ്ട്, അതിൻ്റെ മാനുഫാക്ചറിങ് നടക്കുന്നുണ്ട്, അവർ വേർ ആർ യു മാനുഫാക്ചറിങ് എന്നവർ ചോദിക്കുകയും അവിടെ പരിശോധിക്കുകയും ചെയ്യേണ്ടതായിരുന്നില്ലേ? തീർച്ചയായിട്ടും. അത് the police, not only the district collector, the ADM, the RDO, the Tahsildar, village officer, they should make a team and go to where they are manufacturing these fireworks. Whether the license, the survey number they are manufacturing, whether they are maintaining 15 meter safety distance for the mixing shed, whether the mixing shed is in proper order, whether any electrical lines has been taken. എന്തിനാ ഇലക്ട്രിക്കൽ ലൈൻ? ബിക്കോസ് PESO റൂൾസ് പെർമിറ്റ് ഓൺലി അപ് ടു 6 to 6. എന്തിനാ ലൈറ്റിൻ്റെ ആവശ്യം? അപ്പം ആ വയറിങ് എടുത്തത് തന്നെ തെറ്റാണ്. ഇത് വയറിങ്ങോ ആംബിയൻ ടെമ്പറേച്ചറോ ഒന്നുമല്ല. അവിടെ ഉണ്ടായിരിക്കുന്നത് ഏതെങ്കിലും ഇത്രയും പ്രസ് media persons were roaming around that. They were sitting with you can see the press person wearing shoes, sitting with a lady, and then were discussing. So, I will tell you, അന്ന് വന്ന വിസിറ്റേഴ്സിൻ്റെ ആരുടെയെങ്കിലും കാലിൽ നിന്ന് ഒരു ഗ്രിറ്റ് മണ്ണിൻ്റെ തരി ചെന്ന് ഇതിനകത്ത് വീണ് കാണും. അത് റാം ചെയ്തപ്പോൾ സ്പാർക്ക് വന്നു, പൊട്ടിത്തെറിച്ചു. അതാണ് 99% ചാൻസ്. ബാക്കിയുള്ളത് അല്ലാതെ അവിടെ ഒരു ഐ ഡോണ്ട് തിങ്ക് എനി വേറെ ഏതെങ്കിലും ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്, അതായത് പിന്നെ
അവിടെ 60 മീഡിയ പേഴ്സൺസ് അവിടെ രാവിലെ വന്നു എന്നാണ് പറയപ്പെടുന്നത്. ആലോചിച്ച് അപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് വന്നതായിരിക്കണമല്ലോ. അപ്പോൾ എന്തായാലും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അത് അറിഞ്ഞിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. ശിവകാശിയിൽ നിങ്ങളൊരു ഫാക്ടറിയിലോട്ട് ചെല്ലും, ഗേറ്റിന് മുന്നിൽ സെക്യൂരിറ്റി, അത് കഴിഞ്ഞാൽ അടുത്ത സെക്യൂരിറ്റി ലൈൻ, ഒരാളെ അവരകത്തോട്ട് കയറ്റൂല. നിങ്ങളുടെ മൊബൈലും നിങ്ങളുടെ ക്യാമറ എല്ലാം അവിടെ വെച്ചിട്ട് പോകേണ്ടി വരും. സോ ഇറ്റ് മീൻസ് ദാറ്റ് ദിസ് ഈസ് എന്തിനും മീഡിയ ഒക്കെ അവിടെ പോകേണ്ട കാര്യം എന്താ? മീഡിയ എന്നല്ല, വിസിറ്റേഴ്സ് ആരും പാടില്ല അല്ലേ? ഇറ്റ് ഈസ് പ്രൊഹിബിറ്റഡ്. വിസിറ്റേഴ്സ് ആർ നോട്ട് അലൗഡ്. ഇപ്പോൾ റിഫൈനറിയിൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് കയറ്റുകയില്ല. യു ആർ നോട്ട് പെർമിറ്റഡ്. ആൻഡ് യു ഹാവ് ടു വെയർ ദ ജാക്കറ്റ്സ്, യു ഹാവ് ടു വെയർ ദ ഹെൽമെറ്റ്സ്, യു ഹാവ് ടു വെയർ ദ ഗ്ലൗസസ്, യു ഹാവ് ടു വെയർ ദ ഗോഗിൾസ്. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഇത് വേറെ ഒന്നുമല്ല. ദിസ് ആക്സിഡൻറ്റ് ഈസ് എ മാൻ മെയ്ഡ് ഡിസാസ്റ്റർ. ഈ മിക്സിംഗ് യൂണിറ്റും ഈ പറഞ്ഞ മാഗസീനും ഇത് അടുത്ത് തന്നെ ആയിരിക്കണം നിർബന്ധമുണ്ടോ? അതോ 45 മീറ്റർ അകലെ? ദൂരെ ഇപ്പം വേറെ ജില്ലയിലാണെങ്കിലും കുഴപ്പമില്ല, ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരാൻ പറ്റുമോ? ഇല്ലില്ല. ഇത് this is mixing shed, this is manufacturing, this is assembling, and then അവിടെ നിന്ന് നമ്മൾ ഈ മാഗസീൻ 45 മീറ്റർ ആയിരിക്കണം. ഇവിടെ തന്നെ 45 മീറ്റർ. ഈ മാഗസീന് 4 വശവും 45 മീറ്റർ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു 6 ഏക്കറില്ലാതെ സംഭവം നടക്കില്ല. അപ്പോൾ ഈ തൃശ്ശൂർ പൂരത്തിന് ഉള്ളത് വേറെ ഒരു പ്രമിസസിൽ അത് മാനുഫാക്ചർ ചെയ്തിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയല്ലേ? അപ്പോൾ ആ ട്രാൻസ്പോർട്ടേഷൻ അത് അന്നേരം ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവിടെ മാനുഫാക്ചർ ചെയ്തതെല്ലാം അവിടെ ഇരിക്കുകയാണ്. അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. സോ സാർ പറയുന്നത് അവിടെ വിസിറ്റേഴ്സിൻ്റെ പിന്നെ ഷൂയിൽ വല്ല പൊടി വീണ അങ്ങനെ ഒരു സ്പാർക്കിൽ നിന്നാകാം ഈ ഇതുണ്ടായത് എന്ന്? 100%. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇതിപ്പം ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയുടെ അനാലിസിസിന് പോയിട്ടുണ്ടല്ലോ. അനാലിസിസ് പോകുമ്പോൾ അവരുടെ റിപ്പോർട്ടിൽ വരും പൊട്ടാഷ്യം ക്ലോറൈഡ് ഉണ്ടോ എന്ന്. 100% കാണാനാണ് ചാൻസ്. ദാറ്റ് ഈസ് 1992 ബാൻ ചെയ്തതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ദിസ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഇൻ പൊട്ടാഷ്യം ക്ലോറൈഡ്. നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കുന്ന മുഴുവൻ തീപ്പെട്ടില്ല. പക്ഷെ എത്ര തീപ്പെട്ടി കമ്പനി ഉണ്ടെന്ന് ആലോചിക്കും. അവർ ലൈസൻസ് ക്യാൻസൽ ചെയ്തിട്ടില്ല, അവരത് വെച്ചുകൊണ്ടിരിക്കും. ഈ സമയത്ത് അവർ സെയിൽ ചെയ്യും. ക്ലോറൈറ്റ് ഉപയോഗിക്കുന്നത് കുറെ കൂടെ ഡെഡ്ലി ആക്കാനാണ്, ഇത് കുറച്ചുകൂടെ ഫൈബേഴ്സ് കൂട്ടാനാണ്. ക്ലോറൈറ്റിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ക്ലോറൈറ്റ് ഈസ് വെരി സൗണ്ട് എഫക്റ്റീവാണ്. അതുപോലെ ഒരു മിന്നൽ കാണുന്നില്ലേ, ആ മിന്നലിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന സാധനമാണ് ആ വെള്ള മിന്നൽ. അതിന് ക്ലോറൈറ്റ് വളരെ സഹായകരമാണ്. പൊട്ടാഷ്യം അതിൻ്റെ ഉണ്ടെങ്കിലും അതേ എഫക്റ്റ് കിട്ടും. ബട്ട് ദേ വിൽ യൂസ് ബിക്കോസ് ദ സൗണ്ട് എഫക്റ്റ് ഈസ് സോ ഗുഡ് ഇൻ ക്ലോറൈറ്റ്. ഇപ്പോൾ ഇതിൽ അനാലിസിന് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, സാമ്പിൾ കിട്ടുമോ എന്നറിയത്തില്ല. സാമ്പിൾ എടുത്തു കഴിഞ്ഞിട്ട് അനാലിസിസ് ചെയ്ത് നോക്കിയാൽ മേ ബി ക്ലോറൈറ്റ് 100% ഷുവർ. കാരണം ക്ലോറൈറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഈ എഫക്റ്റ് ഇത്രയും വരില്ലായിരുന്നു. ഇറ്റ് ഹാസ് എക്സ്റ്റെൻഡഡ് ടു എ ഡിസ്റ്റൻസ് ഓഫ് 100 meters, right? More than 1 kilometer the effect was there. So that means that there was a unauthorized chemical composition in this one. 16 വർഷമായിട്ട് തൃശ്ശൂർ പൂരത്തിലെ ഫയർ വർക്ക്സ് കാണുന്ന ആളാണ് താങ്കൾ. എനിക്കൊന്നു ഈവൻ യു ആർ ഫാസിനേറ്റഡ് വിത്ത് ദാറ്റ് അല്ലേ? 100%. ഇറ്റ്സ് ആർട്ട്. ഞാൻ പറഞ്ഞല്ലോ, അവരെയൊക്കെ എനിക്കറിയാം. ഈ ഇന്നലെ മരിച്ച ആ പയ്യനെ എനിക്കറിയാം. ഇവരൊക്കെ വരുമ്പോൾ ഓടി വരും. കാരണം അവരുടെ ആ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഐ ആം എൻ ഓഫീസർ ഓർ എനിത്തിങ്, ബിക്കോസ് ഐ ഹവ് ബീൻ എ പാർട്ട് ഓഫ് ദം. ബിക്കോസ് അവരുടെ സേഫ്റ്റി ആയിട്ട് നമുക്ക് പോകണം. അവർ തിരിച്ചു പോകുമ്പം തിരിച്ച് വീട്ടിലേക്ക് രാവിലെ 6 മണി കഴിയും. ഇവരെല്ലാം പോകുമ്പോൾ എല്ലാവരും ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തിട്ട് പോകും. കാരണം അതൊന്നും ഉണ്ടായിട്ടില്ല. അവരുടെ അത് ഒരു വർഷം നടത്താനൊത്തില്ലെങ്കിൽ അവരുടെ ആ വിഷമം ഉണ്ടല്ലോ, ഇറ്റ് ഈസ് സോ ഇനോർമസ്. ദേ ആർ വെരി പാഷനേറ്റ് ഓൺ ദാറ്റ്. ദിസ് തൃശ്ശൂർ ഫാൻസ്, ഐ വാസ് വിത്ത് ദം ടു സീ ദാറ്റ് ഈസ് സേഫ്ലി ഡൺ. ഐ ഡിഡ് ഇറ്റ്. അപ്പോൾ അവരുമായിട്ട് നമ്മൾ ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ പരിശോധനയും ഞാനും കളക്ടറും ADMസും ഫയർ ഓഫീസേഴ്സ് ആൻഡ് പോലീസ്, വി സ്റ്റാർട്ട് ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. വി സീ ഈച്ച് ഓഫ് ദി ഫിറ്റിങ്സ്. വി സ്റ്റെമ്മിങ് നോക്കും. അതിൽ ഈ
ഇതിൽ ചില സാധനങ്ങൾ അവിടെ ഉറപ്പിച്ച് വെക്കണം. അത് അവരെന്താ ചെയ്യുക, ഈ കോൺക്രീറ്റുകാർ ചെയ്യുന്ന അയൺ ബാസ് വെച്ചിട്ട് ഉറപ്പിക്കും. നമ്മൾ ഓരോന്നിലും ചെന്ന് തട്ടി നോക്കും ഇത് ഉറപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത് ഈ കുഴിമിന്നൽ ചിലപ്പോൾ അങ്ങോട്ടാണ് ചരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നേരെ ക്രൗഡിലേക്ക് പോകും. സോ വി ചെക്ക് ഓൾ ദറ്റ് പോയിൻറ്റ്സ്. അപ്പം ഇവൻ ഈ അനുപമ വാക്ക്ഡ് വിത്ത് അസ്. ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ വരണം ഒരാടേത്. അത് കഴിഞ്ഞ് തിരിച്ചവിടെ ചെല്ലാം. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ പരിശോധിച്ച് ഫൈനൽ ഫിനിഷിങ് വന്നു കഴിഞ്ഞിട്ട് ഫിനിഷിങ് ഞങ്ങൾ അകത്തോട്ട് കയറില്ല, കാരണം നമ്മുടെ കാലിൽ ചെരുപ്പുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് നമ്മൾ അവിടെ നിന്നെല്ലാം നോക്കും. അപ്പോൾ നോക്കിയിട്ട് ഈ ഗൺ പൗഡറിൻ്റെ ടെയിൽ നമ്മുടെ പരിശോധന കഴിഞ്ഞേ ഇടത്തുള്ളൂ. അപ്പോൾ ഈ കുഴിമിന്ന ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റിലാണ് ഇവർ ഈ 6 ഇഞ്ച് സൈസിനുള്ളത് അപ്പോഴായിരിക്കും അവർ 8 ഇഞ്ച് സൈസിലേക്ക് കൊണ്ടുവന്ന് അവിടെ കയറ്റാൻ നോക്കുന്നതും നമ്മൾ ഉടക്കം ഉണ്ടാക്കുന്നതും. വൈ ഷുഡ് വി നീഡ് ദിസ് കൈൻഡ് ഓഫ് ഫയർ ഡിസ്പ്ലേ? അതുകൊണ്ട് ഉള്ള അഡ്വാൻറ്റേജ് എന്താണ്? അല്ലെ അതുണ്ടാക്കുന്ന ഒരു പൊല്യൂഷൻ്റെ ആസ്പെക്ട് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്? Any studies which shows the pollution is there? I am not warning for that one. There is sound pollution. That is hardly how many hours it will be there. Hardly how many minutes it will be there. That is not the thing. I don't want the unauthorized fireworks display to be there. It should not be there. It should go as per the rules. But unauthorized manufacturing of fireworks, it should be banned. Okay. If the fireworks display is maintained as per the rules, it should be the safest one. See, 20 വർഷം ഒരു അപകടം ഉണ്ടായില്ലല്ലോ. ഉണ്ടായോ ഡിസ്പ്ലേയിൽ? നോ. പുത്തുങ്കലൊന്നും there is no safety distance for പുത്തുങ്കൽ. There is no, all the materials are chloride. അവിടെ എന്താ സംഭവിച്ചത്? പുത്തുങ്കല്ല് വെടിക്കെട്ട് നടക്കുന്നത് ലാസ്റ്റ് ഫിനിഷിംഗ് പോയിൻ്റായി അമിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അമിട്ട് കത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു അമിട്ടുമായിട്ട്, അപ്പോൾ ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ തൃശ്ശൂർ പൂരം ആൻഡ് ദിസ് പുത്തുങ്കൽ. പുത്തുങ്കലിലെ ആളുകൾ അമിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത അമിട്ടിനായിട്ട് പോകും. പക്ഷേ തൃശ്ശൂരിലേത് അവർ അമിട്ട് പൊട്ടി താഴെ വീണ് കഴിഞ്ഞ് മാത്രമേ അവർ അതെടുക്കൂ. ദാറ്റ് മച്ച് എക്സ്പീരിയൻസ് ദേ ആർ ഹാവിങ്. ഇതെന്താണ്? അതുമല്ല, അങ്ങനെ വരുമ്പോൾ പോരെ അവരൊരു കവർ ഇട്ടിട്ടാണ് വരിക. ബിക്കോസ് ഇത് സ്പാർക്ക് വിൽ ബി കുറച്ച് ടൈം എടുക്കും താഴോട്ട് വരാൻ. ഇപ്പം നമ്മളവിടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ ദേഹത്ത് ഈ കാർബൺ കാണാം. തിരിച്ചു വരുമ്പോഴത്തേന് ഇത് തലയിലെല്ലാം വീണിരിക്കും. ഞങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റിലാണ് നിൽക്കുക. ദാറ്റ് ഇസ് 100 meters നമ്മളവിടെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ വി ക്യാൻ ഫീൽ ദാറ്റ് വൺ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? പുത്തുങ്കലിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ സാധനം അമിട്ടുമായിട്ട് ഒരാൾ പോകുന്നു, അടുത്തവൻ അത് പൊട്ടിക്കഴിയുന്നതിന് മുമ്പ് തന്നെ എടുത്തുകൊണ്ട് വരുന്നു, അതിലേക്കൊരു തിരി വന്ന് വീഴുന്നു. അത് ഇവൻ പേടിച്ചിട്ട് അവൻ എറിഞ്ഞത് നേരെ പടക്കപ്പുരയിലേക്കാണ്. അത് മുഴുവൻ പൊട്ടി. അത് ഏറ്റവും രസകരമായ 1.5 കിലോമീറ്റർ അകലെ ഒരു ബൈക്കിലിരുന്ന ഒരാളുടെ മുകളിലാണ് ഒരു സ്ലാബ് വീണത്. അത് അത്രമാത്രം ഡേഞ്ചറസ് ആയിരുന്നു. അതിലൊക്കെ ദുഃഖകരമായ, അതുകൊണ്ടാണ് പറഞ്ഞേ ദിസ് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പ്ലേസസ് 100 meters 50 distance ഇല്ലാത്ത പ്ലേസ് ഒന്ന് പെർമിഷനെ കൊടുക്കുക. ബി സ്ട്രിക്റ്റ് ആണ്. ആപ്ലിക്കേഷൻ വരുമ്പോൾ തന്നെ റിജക്റ്റ് ചെയ്ത് കളയുക. അപ്പോൾ മാനുഫാക്ചർ ചെയ്യത്തില്ല. അപ്പോൾ മാനുഫാക്ചർ ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ. പിന്നെ അങ്ങനെയാണ് ഇത് ഡിസ്ട്രിക്ട് കളക്ടർ ഓഫ് കൊല്ലം അത് ഡിനൈഡ് ഇറ്റ്. മനസ്സിലായോ? അപ്പോൾ പൊളിറ്റിക്കൽ പ്രഷേഴ്സ് വന്നു അവിടെ. ആ പൊളിറ്റിക്കൽ പ്രഷേഴ്സിനെയൊക്കെ ഓവർകം ചെയ്ത് ടേക്കൻ ഡിസിഷൻ. അതാണ് പറഞ്ഞത്. കേരളത്തെ സംബന്ധിച്ച് ചെയ്യാനുള്ള ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഇൻ കേരള all these small scale fireworks manufacturing should be stopped. They should be shifted to a park, fireworks park, where the government should, where the central and the state government together, we should build the 3 or 4 factories, and all these people should be given one factory each. What is it then? One manufacturing facility will have 45 meters safety distance. അപ്പോൾ ഒരു 40 ഏക്കർ എടുക്കുകയാണെങ്കിൽ ഒരു 3 അല്ലെങ്കിൽ 4 ഫാക്ടറിയെ വരത്തുള്ളൂ. അപ്പോൾ എന്താ, കോമൺ ആയിട്ടുള്ള റോ മെറ്റീരിയൽ സ്റ്റോറേജ് വെക്കാം, കോമൺ ആയിട്ടുള്ള മാഗസിൻസ് വെക്കാം. അതിൽ പാർട്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ എക്ക് ഈ മാഗസിൻ സ്റ്റോർ ചെയ്യാം, ബിക്ക് ഇത് സ്റ്റോർ ചെയ്യാം.
അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അത് വളരെ സെക്യൂർഡ് ഏരിയ ആവും. അപ്പോൾ ഈ 45 മീറ്റർ സേഫ്റ്റി ഡിസ്റ്റൻസ് ഉണ്ടായത് കൊണ്ട് തീപ്പൊരിയൊന്നും അങ്ങോട്ട് പോകില്ല അടുത്ത ഫാക്ടറിയിലേക്ക്. മനസ്സിലായോ? ഓക്കെ. സെൻട്രലൈസേഷൻ കൊണ്ടുള്ള അപകടം ഉണ്ടാവില്ല ഇപ്പോൾ സെൻട്രൽ അതിനാണല്ലോ 45 മീറ്റർ സേഫ്റ്റി ഡിസ്റ്റൻസ് വെക്കുന്നത്. ഓക്കെ, 45 മീറ്ററിലേക്കൊന്നും ഒരു റോക്കറ്റും ചെന്ന് വീഴില്ല. മനസ്സിലായോ? ദാറ്റ് മേ ബി മാക്സിമം ഓഫ് 15 മീറ്റേഴ്സ്. അപ്പോൾ അങ്ങോട്ടൊന്നും അങ്ങനെ ഒരു ഫാക്ടറിയും ഈ ശിവകാശിയിലുള്ളതെല്ലാം അങ്ങനെ ക്ലസ്റ്ററല്ലേ. ശിവകാശിയിലേക്ക് കോട്ടേജ് ഇൻഡസ്ട്രി ആയിട്ട് ഇത് പലയിടത്തും ചെയ്യുന്നുണ്ടല്ലോ. അതെ, അത് ജില്ലാ കളക്ടറുടെ എല്ലാം കോട്ടേജ് ഇൻഡസ്ട്രിയാണ്. പെസോയുടെ 870 ലൈസൻസ് അവിടെ ഉള്ളത്. 800 പെസോ ലൈസൻസ് ആണ്. അതെല്ലാം തന്നെ അത് ഒരാളുടെ ടേൺ ഓവർ ഈസ് 300 crores. ഇപ്പോൾ സ്റ്റാൻഡേർഡ്, കാളീശ്വരി, സോണി ഈസ് ദ ബിഗസ്റ്റ് മാനുഫാക്ചർ. അവർ 500-600 crores ടേൺ ഓവർ ബിസിനസ് ചെയ്യുന്നവരാണ്. അവരുടെയൊക്കെ ഒരു ഫാക്ടറി എന്ന് പറഞ്ഞാൽ 15 acres ഒരു ഫാക്ടറി. വേറിൻ ദേ ഹാവ് ഓൾ ദീസ് ഏരിയൽ ഐറ്റംസ് ആൻഡ് അതർ തിങ്സ്. സോ അതൊക്കെ അടുത്ത ഫാക്ടറി അപ്പുറത്തുണ്ടെങ്കിൽ 45 മീറ്റർ ആയിരിക്കും. സോ കാസ്കേഡിങ് എഫക്റ്റ് ഒരിക്കലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു ഫാക്ടറിയിൽ നിന്ന് അപ്പുറത്തെ ഫാക്ടറി പോയി തീ പിടിച്ചിട്ട് നെവർ. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഇതുണ്ടാക്കുകയാണെങ്കിൽ ദേ വിൽ ഹാവ് ദിസ് കേരളാസ് ട്രഡീഷണൽ ഫയർവർക്സ് വിച്ച് ക്യാൻ ബി ഈവൻ എക്സ്പോർട്ട് ടു ദ അതർ കൺട്രീസ്. അതാണ് ലോക്കലി മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ അതിന് അവർക്ക് സേഫ്റ്റി ഡിസ്റ്റൻസ് ഇല്ല, അവർക്കിതില്ല. അവർക്ക് നല്ല കഴിവുണ്ട്, പക്ഷേ ദേ ആർ നോട്ട് ടെക്നിക്കലി നോളജബിൾ. അതിൻ്റെ ഹസാർഡ്സിനെ കുറിച്ച് അവർക്ക് വിവരമില്ല. സോ ദീസ് ആർ ദി ഫോൾട്ട്സ് വിച്ച് ആർ ഹാപ്പനിങ്. സോ ഇൻ ഓർഡർ ടു റെക്ടിഫൈ ദാറ്റ് വൺ, the government of Kerala and the government of India should think about why we should not make a fireworks park. അതുപോലെ തന്നെ ഈ പാർക്ക് വരുമ്പം എല്ലാ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റംസും അതിനകത്ത് വരും. സെൻട്രലൈസ്ഡ് ഫയർ വെഹിക്കിൾസ് കാണും. ഗവൺമെൻറ് ക്യാൻ പുട്ട് എ ഫയർ സ്റ്റേഷൻ ദെയർ. ഓക്കെ, സോ അതിൻ്റെ അത്ര സേഫ്റ്റി കിട്ടുമോ? നമ്മൾ ഇതുപോലെ പാവം പിടിച്ച ഈ ജീവനക്കാരെയും വെച്ച് വല്ല മലയുടെ മുകളിലോ പാറമടയിലോ അല്ലെങ്കിൽ ഈ അഗ്രികൾച്ചർ ഫീൽഡ്സിലോ നടത്തുന്നത്? ഇറ്റ് ഈസ് സേഫർ ഫോർ ദാറ്റ്. ദ ഗവൺമെൻറ് ഷുഡ് തിങ്ക് അബൌട്ട് ദാറ്റ്. വി ഷുഡ് ഡു എ പ്രോപ്പർ പാർക്ക്. അപ്പോൾ എത്ര 1000 എംപ്ലോയീസിന് ജോലി കിട്ടുമെന്നറിയാം. ഈ വർക്ക്സ് മാനുഫാക്ചർ ചെയ്യുന്നവർ ഓരോ പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും is it necessary to get it tested? It is to be approved by PESO. Any item only approved, this is called approved manufactured fireworks. അതിൻ്റെ ലിസ്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്യും. അതിൻ്റെ ഡയമെൻഷൻ, സൈസ്, ദീസ് ആർ ഓൾ മെയിൻറ്റെയിൻ ആൻഡ് ദി സൗണ്ട് ലെവൽ ഓൾസോ ടു ബി ടെസ്റ്റഡ്. എനി പ്രോഡക്റ്റ് അതിൻ്റെ ലേബൽ വരെ പെസോ അപ്രൂവ് ചെയ്യണം. ഇതിലില്ലാത്ത വരുമ്പോഴാണ് നിങ്ങൾ ഇടപെട്ടിട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും. ഇവർക്ക് ആദ്യമായിട്ട് ദേ വർ യൂസിങ് ഇറ്റ് ഫോർ. സോ പുത്തുങ്കൽ ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്ട്രിക്റ്റ് ആക്കി, നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് അപ്രൂവ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ ശിവകാശിയെ കൊണ്ട് ഇവരുടെ പ്രൊഡക്റ്റ് എല്ലാം കൊടുത്ത് അതിൽ 6 ഇഞ്ചിന് മുകളിലുള്ള കൊണ്ട് അതെല്ലാം അവർ റിജക്റ്റ് ചെയ്ത്. ഈ മാഗസിൻസ് എവിടെ നിന്നാണ് വരുന്നത്? ഇതിൻ്റെ മാഗസിൻസ് ഇത് നിറയ്ക്കുന്ന ഈ ഒരു അത് അവർ പേപ്പർ ഷെൽസാണ് ഉപയോഗിക്കുന്നത്. അത് ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുകയാണ്. അതിനൊരു വേറെ ആൾക്കാരുണ്ട്, അവരായിരിക്കും പേപ്പർ ഷെൽസ് ഉണ്ടാക്കി. അതുമല്ല, കോക്കനട്ട് ഷെൽസ് ഉണ്ടാക്കും. ഈ ചെറിയ അത് വരുന്നത് കോക്കനട്ട് ഷെൽസിലാണ്. അതുകൊണ്ട് എന്താ അഡ്വാൻറ്റേജ്? അത് ചെറിയ സൈസ്, സ്മോൾ സൈസസ്. ബിഗ് ആകുമ്പോഴാണ് പേപ്പർ വേണ്ടി വരുന്നത്. ഓക്കെ, നേരത്തെ അവർ പ്ലാസ്റ്റിക് ഉപയോഗിക്കുമായിരുന്നു. പ്ലാസ്റ്റിക് ഈസ് ബാൻഡ് ഇൻ ദ ഫയർവർക്സ്. കാരണം അത് ചില അപകടങ്ങളിൽ ഇത് കുത്തിക്കയറാറുണ്ട്. പേപ്പർ ഈസ് ദ ബെസ്റ്റ് ആൻഡ് ദ സേഫസ്റ്റ്. അതൊരു ആർട്ടാണ്. ദറ്റ് ഇസ് ഓൾ ദേ ആർ ഡൂയിങ് ഇറ്റ്. അത് ഗ്ലൂ വെച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ ചെയ്യുന്നത്. ദറ്റ് ഇസ് ദെൻ ഫ്യൂസ് മേക്കിംഗ്, ദറ്റ്സ് എൻ ആർട്ട്. അതിൽ കാർബൺ ഗൺ പൗഡറിൽ മിക്സ് ചെയ്ത് അത് ഡ്രൈ ചെയ്ത്, ദറ്റ് ഇസ് ഓൾ. ദാറ്റ്സ് വാട്ട് ഐ എം ടെല്ലിങ് യു. The Kerala's tradition should be there. It should continue. But the government should see that they are going to a park, fireworks park, wherein only they can manufacture everywhere. അതല്ലെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ ഓൾസോ ആക്സിഡൻസ് വിൽ ഹാപ്പൻ. ദാറ്റ് ഈസ് 100% ഷുവർ. സോ ദേ ആർ സേഫ്. സി
എനിക്കറിയാവുന്ന എത്ര പേരുണ്ടെന്നറിയാം ഈ മരണം പലരും എന്നോട് സംസാരിച്ചിട്ട് അവർ മാനുഫാക്ചർ ചെയ്യാൻ പോവുകയാണ്, തൃശ്ശൂർ പൂരം ഞങ്ങളുടെ വർക്കാണെന്ന് പറയും. പലരും അവരൊക്കെ ചിലർ എൻവയോൺമെൻറ്റ് ക്ലിയറൻസ്, ഗ്രീൻ ഫയർ വർക്ക്സ് ഒക്കെ ചെയ്യാൻ വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ളവരുണ്ട്. സോ ദിസ് ഹബ് യു ക്യാൻ കോൾഡ് അസ് ഗ്രീൻ ഫയർ വർക്ക്സ് ഹബ്, the park or hub, whatever it may be, so that there are certain chemicals which has been banned by the government. So ആ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാതെ എടുക്കുകയാണെങ്കിൽ ഗ്രീൻ ഫയർ വർക്ക്സ് വി ക്യാൻ മാനുഫാക്ചർ. തൃശ്ശൂരിലെ അപകടത്തിന് ശേഷം ഒരു ഭയങ്കരമായിട്ട് ഡിമാൻഡ് വന്നിട്ടുണ്ട്, ഇത് ബാൻ ചെയ്യണം, ഇനി ഇത് വേണ്ട എന്നുള്ളത്. അപ്പോൾ സാറിൻ്റെ അഭിപ്രായം ഇത് കണ്ടിന്യൂ ചെയ്യാൻ, സേഫായിട്ട് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് സാറിൻ്റെ അഭിപ്രായം അല്ലേ? ഞാൻ പറയുന്നത് all these small scale industries which are in Kerala, which are should be verified for their safety distances, verified for the construction of each of the sheds, verified for whether they are having magazines, and if the safety distance are maintained. സേഫ്റ്റി ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഫോർമാനും സൂപ്പർവൈസേഴ്സ് ആർ ക്വാളിഫൈഡ് ടു ഡു ഇറ്റ്, റിസ്ക് അസസ്മെൻറ്റും അതെല്ലാം ചെയ്തിട്ട് അവർ ദ ADM ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്, ലെറ്റ് ദം കണ്ടിന്യൂ വിത്ത് ദ കറക്റ്റ് ക്വാണ്ടിറ്റീസ്. ഇഫ് ദ സേഫ്റ്റി ഡിസ്റ്റൻസ് ഈസ് നോട്ട് ദെയർ, if the worker doesn't have qualifications to manufacture fireworks, they should be shifted to fireworks park. അവരുടെ ജോലി കളയണമെന്നല്ല പറയുന്നത്, അവരെ എല്ലാം തന്നെ ഈ ഫയർവർക്സ് പാർക്കിലേക്ക് കൊണ്ടുപോയി അവിടെ അവർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവരുടെ ബിസിനസ്സിനെ നിർത്താനൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ അത് അവരുടെ പ്രൊഡക്റ്റും പെസോയുടെ അപ്രൂവൽ ശിവകാശിയിൽ പോയിട്ട് FRDC ഉണ്ട്, ഫയർവർക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ, പെസോയുടെ ഏറ്റവും വലിയ സെൻറ്ററാണത്. അവിടെ ഈ പെസോ പ്രൊഡക്റ്റ് അപ്രൂവലിന് വേണ്ടി അവർ അപ്ലൈ ചെയ്യുകയും അവർ പാസ്സാവുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് അവർക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ലൈസൻസോടുകൂടി എന്നുള്ളതാണ്. ഈ സൗണ്ടിങ് ക്രാക്കേഴ്സ് ഒഴിവാക്കിയിട്ട് ഡിസ്പ്ലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ സേഫ്റ്റി കുറച്ചും കൂടെ ഇതാവുമെന്ന് ചിലർ പറയുന്നുണ്ട്, അത് ശരിയാണോ? തീർച്ചയായിട്ടും അത് ഞാൻ കുറേ കാലമായിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്ന സൗണ്ട് കുറച്ചുകൊണ്ട് ഫയർവർക്സ് ഡിസ്പ്ലേക്ക് ആണ്. ഈ 2006 2009 ഞങ്ങൾ ഒരു പൈറോടെക് കോൺഫറൻസ് നടത്തി തൃശ്ശൂരിൽ. ഓക്കെ, 2006 ഈ പാറമേക്കാവിൻ്റെ ആക്സിഡൻറ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയറിൽ അന്ന് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, അന്ന് ഈ സോണി സ്റ്റാൻഡേർഡ് ഫയർവർക്സ് ഇല്ലേ ശിവകാശിയിലെ, അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ മൈതാനത്ത് ഞങ്ങളൊരു ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, വിത്ത് ദാറ്റ് ഫയർവർക്സ്. ഓക്കെ, 2 സ്ഥലത്തായിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. അന്നൊരു കോൺഫറൻസ് നടന്ന് കോൺഫറൻസിൻ്റെ അവസാനം ഞങ്ങൾ ഡിസ്പ്ലേയിലൂടെ 2006 നടത്തിയത്. അപ്പോൾ എനിക്ക് അന്ന് കാരണം പറഞ്ഞാൽ അന്നും ഈ 1.5 ലക്ഷം പേര് കാണാനായിട്ട് വന്നു ആ ഡിസ്പ്ലേ. പക്ഷേ അതിൽ കേൾക്കേണ്ട ഇവരുടെ ഫയർ വർക്ക്സുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ എന്താ കൂവലാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, that is the difference between Shivagashi fireworks and the Kerala's own fireworks. So അത് ഞങ്ങൾ അപ്പം നമ്മളിത് അങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളൊരു ശ്രമം നടത്തിയതാണ്. അപ്പോൾ അത് പരാജയമായിരുന്നു. കാരണം കേരളത്തിലെ ആളുകൾക്ക് ശബ്ദവും താങ്കൾ പറഞ്ഞ സൗണ്ടും മിന്നലും ഇല്ലെങ്കിൽ അവർ കാണില്ല. ഈ മിന്നൽ മാത്രം വരുന്ന അതിലും സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടാവില്ലേ? fraction of second compared to the other thing, it is that's what I am saying. നിങ്ങളൊക്കെ അത് ഫീൽ ചെയ്യണമെങ്കിൽ പൊരിച്ചിൽ താഴെ ലാസ്റ്റ് ദാറ്റ് യു ഷുഡ് ഫീൽ ദെൻ അതൊരു ഫീലിംഗ് ആണ്. ദാറ്റ് ഷാൽ നോട്ട് ബി നോ വെയർ ഇൻ ദ വേൾഡ് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ദിസ് ഈസ് എ ആർട്ട് ബൈ ദിസ് ക്രാഫ്റ്റ്സ്മാൻസ് who did it very well. അത് നമ്മൾ എത്ര പറഞ്ഞ, കാരണം 16 വർഷം ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ ഓരോ പല
2008 വരെ ഞങ്ങളായിരുന്നു ലൈസൻസസ് കൊടുക്കുന്നത്. ഇത് നിർത്തിക്കൊണ്ട് പോകണമെന്ന് ഞാൻ പറയില്ല, ബട്ട് സേഫ്ലി. ലൈസൻസ് കൊടുത്തിട്ട് കണ്ണടച്ചു എന്നുള്ളതാണ് സംഭവിച്ചല്ലേ? പീരിയോഡിക് ഇൻസ്പെക്ഷനോ അല്ലെങ്കിൽ അവിടെ പോയി ഇത് ചെയ്യുന്നത് പ്രോപ്പർ ആണെന്നോ നോക്കിയിട്ടില്ല. അത് ആ ADM-നെയോ അവരെയാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഈ ലൈസൻസ് ഉള്ളത് 60-50 കിലോമീറ്റർ അകലെ എവിടെയെങ്കിലും ആയിരിക്കും. അവൻ അവിടെ അന്നത്തെ കാലത്ത് വേണമെങ്കിൽ ഒരു മുറിയൊക്കെ കെട്ടിയിട്ട് ലൈസൻസ് എടുത്ത ശേഷം അങ്ങോട്ട് പോയി കാണത്തില്ല. ആ ലൈസൻസ് വെച്ചായിരിക്കും ഈ പാടത്ത് മാനുഫാക്ചർ ചെയ്യുന്നത്. അതുപോലെ നിർമ്മിക്കുന്ന സാധനം ഇങ്ങനെ മാറ്റണം പീരിയോഡിക്കലായിട്ടൊന്നും ഉണ്ടല്ലോ, അത് ചെയ്തിട്ടുണ്ടാവും. അത് അവിടെ തന്നെ ശേഖരിച്ച് വെച്ചു. എന്തിന് ഒരു ട്രക്ക് ഒറ്റയടിക്ക് പോയാൽ പോരെ എന്ന് വിചാരിക്കും. അണ്ടർസ്റ്റുഡ്. സോ ദ പ്രോഫിറ്റ് ഈസ് ദ മെയിൻ ബിസിനസ് ഓഫ് ദാറ്റ്സ് ദ മോട്ടിവേഷൻ ഫോർ ദാറ്റ്. അത് അപ്പോഴേ മാറ്റിയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. കാരണം ഇവർക്ക് 2000 കിലോയുടെ മാഗസിൻ ഉണ്ട് 2 പേർക്കും. തിരുവമ്പാടിക്കും മറ്റവർക്ക് 2000 മാഗസിൻ ഉണ്ട്. അപ്പോൾ അവർക്ക് പ്രശ്നമേ അല്ലാത്ത കാര്യം. മരടിലെ ഇംപ്ലോഷൻ താങ്കളുടെ നേതൃത്വത്തിലാണ് ചെയ്തത്. ആ ഒരു എക്സ്പീരിയൻസ് കൂടെ എന്ന് പറയാം. In India. That is one of the heartbreaking stories of my career, I will tell you. I didn't feel any proud for doing that one. I feel sad for that doing one. In fact, the thing is that because ആ ബിൽഡിങ് പൊളിക്കുന്നതിനോടൊന്നും എനിക്ക് ആസ് എൻ ഓഫീസർ I have to do my duty, but I was against. My conscience never says that what I did is because once the Supreme Court has told you to do it, you have to do. We are the law-abiding citizen of the country, and as an officer, we have to do it. That's it. ഇപ്പം എനിക്ക് അതാണ് പറയാനുള്ളത്. അത് ഒരു വലിയ അനുഭവമായിരുന്നു. അപ്പോൾ I really, when the district collector and the nodal officer of that for the government of Kerala, one IAS officer was been appointed for that, he talked to me and said, we were planning to demolish this one, so I need your assistance in this one. So he said, okay, let me have. I just tried to get away from it. I said that we are regulator for the explosives. We are not. You please talk to some people and get it done. But they insisted that we should have the support of PESO only. Then PESO is the regulator for all explosives. So okay, I will come for a meeting, I said. Then we went there. Then I understood that this is the duty of us also to support them, because they didn't know about explosives. None of these officers doesn't know. It's a commercial explosives to be used. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാനൊക്കെ എന്നുള്ളതായിരുന്നു. അത് അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ മീറ്റിങ്ങിൽ അവർ പറഞ്ഞു നമുക്ക് കുറച്ച് കോൺട്രാക്ടേഴ്സ്. സോ ഇൻ ദ മിനിറ്റ്സ് ഇറ്റ്സെൽഫ് വി റോട്ട് ദാറ്റ് സ്പെസിഫിക് കണ്ടീഷൻ ദാറ്റ് only explosives manufactured in India will be used. So when we talked about it to my chief controller, I sent a message, this is the things. They didn't reply at all. So that is a discretion of you. They will say, you can take any decisions on that. But if I didn't do the Supreme Court order, I'll have to face the consequences as the regulator of explosives. So we decided to support the state government nodal officer, and we went ahead with the planning, and the quotations were called, and 2 were one Indian company based at Jaipur, and the second company based at Bombay. The second company was supported by the South African Demolition Squad, and the first company, they have done Indian so much of works. But it's an individual man and his team. So 3 of the buildings, 3 flats were given to the South African company, and 2 were given to the Indian company. Both are Indian companies supported by South Africans. So there was a target date. The High Court, Supreme Court has told this is to be demolished between that one. So we started working on it,
So I said, so I have to refer so many books, so many things, so many calculations, everything. So one thing I can tell you, എന്നിട്ട് ആ ദിവസങ്ങളിലുണ്ടായ ടെൻഷൻസ് ജീവിതത്തിൽ മറക്കാനേ ഒക്കത്തില്ല. ബിക്കോസ് ഓരോ ദിവസവും നമ്മൾ ഈ ഫ്ലാറ്റുകൾ പോവും രാവിലെ. അപ്പോൾ അവരോട് പറഞ്ഞു ഈ പൊളിക്കാവുന്ന സ്ട്രക്ചേഴ്സ് എല്ലാം പൊളിക്കാൻ പറഞ്ഞു, അകത്തുള്ളത്. അതായത് ഫോർ എക്സാമ്പിൾ ലിഫ്റ്റുകളെല്ലാം മാറ്റണം, ബാത്റൂംസ്, ടോയ്ലറ്റ്സ് ആൻഡ് കതകുകൾ ഒക്കെ പൊളിച്ചെടുക്കാവുന്നതെല്ലാം അവരെടുത്തിട്ട് പോകാൻ പറഞ്ഞു. ഓക്കെ. പിന്നെ അവരുടെ ഈ കമ്പനികളോട് പറഞ്ഞു നിങ്ങളുടെ എക്സ്പ്ലോസീവ്സ് കാൽക്കുലേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു, എത്ര എക്സ്പ്ലോസീവ്സ് വേണം. അപ്പം അവർക്ക് ടൈം ഡിലേസ് വേണം, അതിന് ഡിലേ ഓഫ് ടൈം ഡിറ്റക്ടേഴ്സ്. അപ്പോൾ അത് അവരോട് പറഞ്ഞു ഇന്ത്യ എന്നല്ലാത്ത ഒരു എക്സ്പ്ലോസീവ് ഞങ്ങൾ അപ്രൂവ് ചെയ്യില്ല. We will not approve any explosive because I don't know the quality of the foreign things which are coming, so we will not do it. അതിൽ ചില ഡിലേ ഐറ്റംസ്, അതായത് താഴെ നിന്ന് പൊട്ടി മുകളിൽ വരുമ്പോൾ താഴത്തേത് ആദ്യം പൊട്ടും, അത് കഴിഞ്ഞ് ഇത്ര സെക്കൻഡ് കഴിഞ്ഞായിരിക്കും അടുത്തത് പൊട്ടുന്നത്, അത് കഴിഞ്ഞിട്ടായിരിക്കും മറ്റേത് പൊട്ടുക, അങ്ങനെ ആണെങ്കിൽ ഇത് താഴോട്ട് ഇരിക്കത്തുള്ളൂ. സോ ദാറ്റ്സ് വാട്ട് വി ഡിസൈഡ്. സോ ദ ഡിലേ എലിമെൻറ്റ്സ്. സോ ഇതെല്ലാം ഓരോ ദിവസവും നമ്മൾ ലിഫ്റ്റില്ല, 16 നില കയറി ഇറങ്ങി ഓരോ ദിവസം. 82 കിലോ ഉണ്ടായിരുന്നു ഞാൻ, 76 ഇത് കഴിഞ്ഞപ്പോൾ. ഓക്കെ. ഓരോ ദിവസവും കയറി ഇറങ്ങി മുകളിൽ കയറും. എൻ്റെ ഓഫീസേഴ്സും വരും, 3 ഓഫീസേഴ്സ് അന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ വി ആർ ക്ലൈമ്പിങ് എവറിത്തിങ്. അപ്പം ലാസ്റ്റ് വീക്കൊക്കെ അതിനിടയ്ക്കാണ് ഒത്തിരി പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ കാണാം സമരങ്ങളാണ്, അതിൻ്റെ മുന്നിലെല്ലാം സമരങ്ങൾ, നാട്ടുകാർ, പിന്നെ ഇതിന്. അപ്പോൾ പലരും വളരെ വിഷകരമായ പല അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ പത്രക്കാരോട് സംസാരിക്കാറില്ല. വി വിൽ നോട്ട് ടോക്ക് ടു എനിബഡി. ഐ സെഡ് ഐ വിൽ ടോക്ക് ഓൺ ദ ലാസ്റ്റ് ബട്ട് വൺ ഡേ. ഡോണ്ട് കമ്പൽ മീ ടിൽ ദെൻ ഐ വിൽ നോട്ട് ടോക്ക് ടു യു. അപ്പോൾ ഭയങ്കര പ്രഷറാണ്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് ബാധിക്കും. വീട്ടിൽ ചെല്ലുമ്പോഴും യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദറ്റ്. നിങ്ങളെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഐ വിൽ നോട്ട് ബി ഹിയർ ടു സ്പീക്ക് ടു യു. ദറ്റ് ഈസ് ഷുവർ. ബിക്കോസ് ദ എക്സ്പ്ലോസീവ്സ് യൂസ്ഡ് ആസ് അണ്ടർ മൈ കൺട്രോൾ. ആൻഡ് ഇഫ് എനി ഓഫ് ദാറ്റ് ഒരു റോക്ക് ആരുടെയെങ്കിലും തലയിലോ അല്ലെങ്കിൽ അത് ചെയ്തവരുടെ ആരുടെയെങ്കിലും ദേഹത്തോ വീണെങ്കിലും ഐ ആം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. ബാക്കി എല്ലാ ലോ എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റി വിൽ shrug off their responsibility. Am I right or not? Sure. If it is failed, it is pesos. If it is success, everyone will take the credit. Okay? So that was the biggest challenge I faced there. So we were very meticulous in calculation of each of them. Night up to 10 o'clock, I am sitting with these people to calculate how much explosives is needed, how much reduction can be brought down, because the minimum quantity of explosive going, better the fragmentation, and the effect of fragmentation will be delayed. So അവർ കൊണ്ടുവരും, അവർ സബ്മിറ്റ് ചെയ്യും, അത് അവരോടൊപ്പം ചുറ്റിയിരുന്ന് കാൽക്കുലേറ്റ് ചെയ്യും. See, as a regulator, I was to give license, but here in the reverse side I am sitting now. Okay? That days was the most mentally agony days I faced in my life. So every day will be a challenge for us. So we have to face a lot of critical things. Every day the press people will be calling, or what is the status, how much explosives you use, what are the things which we are doing, whether it is delay, what delay second. They may not be knowing it also. But we have to patiently say, see, I will talk to you later, please kindly avoid me for them. Then we have to plan a disaster management plan. Okay, if something happens. ഓരോരോ ദിവസവും ഓരോരോ വെല്ലുവിളികളാണ്. അപ്പോൾ ഓഫീസിലിരിക്കുമ്പം രാവിലെ നേരെ അവിടെ പോവും, ഇതെല്ലാം പരിശോധിച്ച് തിരിച്ച് വന്ന് ഓഫീസിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. അതിനിടയ്ക്ക് ഇവരോട് പറയും കളക്ടറുടെ NOC വാങ്ങിച്ചുകൊണ്ട് പോവാ, എക്സ്പ്ലോസീവ് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ ഇവർ പറയും സാറേ ഇതിന് സപ്ലൈ ഉണ്ടവരെ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരണം. ഈ എക്സ്പ്ലോസീവ് സപ്ലൈ ചെയ്യാൻ ആൾ വേണം.
അങ്ങനെ ഒരു രാജൻ പിള്ളയും ഒരു എബി മാത്യുവിനെ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. 2 പേർക്കും അവർ സാധനങ്ങൾ സപ്ലൈ ചെയ്യാനായിട്ട് ഇവരുമായിട്ട് എഗ്രിമെൻ്റ് എടുക്കുന്നു. ക്വാളിറ്റി കൺട്രോൾ സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടുവരാൻ പറയുന്നു. ഓരോ എക്സ്പ്ലോസീവ്സ് ഉപയോഗിക്കുന്നതിൻ്റെ ക്വാളിറ്റി കൺട്രോളർ വെരിഫൈ ചെയ്യുന്നു. ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജോലിയിൽ നിന്നും വിഭിന്നമായ ഒരു വർക്കിലേക്ക് വരികയാണ്. അപ്പോൾ അതിനിടയ്ക്ക് കളക്ടറുടെ മീറ്റിങ്സ്, ഇവരെ എമർജൻസി പ്ലാന് മറ്റ് അവരോട് ഇവിടെ കൊണ്ടുവരാൻ പറയുന്നു. എമർജൻസി പ്ലാൻ എടുത്തു വെച്ചിട്ട് നമ്മളിത് ഇവിടെ എങ്ങനെയൊക്കെയാണ്, പിന്നെ ഫയറിംഗ് പോയിൻ്റ് എവിടെയായിരിക്കും ഓരോന്നിനും. അപ്പോൾ ഇതെല്ലാം അനലൈസ് ചെയ്യുന്നു, ഡിസൈഡ് ചെയ്യുന്നു. അതിനിടയ്ക്ക് ഒരു ഡിലേ ഡിറ്റക്ടർ കിട്ടാനായിട്ട് പോട്ടറെ നാഗ്പൂർ വിളിക്കുന്നു. ആ ഫാക്ടറി വിളിച്ചിട്ട് പറയുമ്പോൾ അവൻ പറയും, സാറേ ഇതിന് ഇത്ര എണ്ണത്തിന് വേണ്ടി നമുക്കുണ്ടാകും. അപ്പോൾ പിന്നെ അവനോട് രൂക്ഷമായി സംസാരിക്കേണ്ടി വരുന്നു. അത് ശരിയാവില്ല, ഇതെനിക്ക് ഇന്ന് കിട്ടിയിരിക്കണം എന്ന് വ്യക്തമായി. ചിലർക്ക് നമ്മൾ യു ഹാവ് ടു യൂസ് അവർ പവർ ടു സീ ദാറ്റ് വേണം, അത് ശരിയാക്കണം. അങ്ങനെ ഇതെല്ലാം വരുന്നു, സാധനങ്ങളെല്ലാം എത്തി. സംഭവം ഇങ്ങനെ അതിനിടയ്ക്ക് ഓരോ ദിവസവും ഈ ഹാളിൽ ഡ്രില്ല് ചെയ്ത് ഇടാം. അതിനിടയ്ക്ക് അതിന് തൊട്ടടുത്ത്, അതായത് 2 ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നല്ലോ, അറിയാം. അതിനടുത്തുള്ള ഒരു 15 മീറ്ററിലൊരു വീടുണ്ടായിരുന്നു. അവിടുത്തെ പയ്യനെന്നും എന്നെ കാണാനായിട്ട് വരും. നമുക്കറിയാം, സാറേ എനിക്കൊരു വീടാണുള്ളത്, സംരക്ഷിച്ചേ പറ്റൂ. അത് ഇന്ത്യൻ കമ്പനി ജയ്പൂരുകാരനാണ് ചെയ്യുന്നത്. അപ്പോൾ അവനെ വിളിച്ചിരുത്തും, എന്തെല്ലാം സേഫ്റ്റി ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറയും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ പറയും, എൻ്റെ വീട്ടിലേക്ക് പൊടി വരരുത്. ശരി, സമ്മതിച്ചു. അപ്പോൾ അവിടെ മുഴുവൻ 2 ലെയർ കാർട്ടൺസ് ഇരുന്നു. അതിൽ ഓരോന്നിലും കൂടുതൽ എത്രയും കെമിക്കൽസ് കുറയ്ക്കാവോ അതത്രയും കുറയ്ക്കുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നമ്മൾ ഓരോന്നും ചെയ്ത് വരുമ്പോൾ എല്ലാ ദിവസവും ചെല്ലുമ്പോൾ പ്രൊട്ടസ്റ്റാണ്. അവർ നമ്മളെ അകത്തോട്ട് കയറ്റാൻ സമ്മതിക്കത്തില്ല. ജനങ്ങൾ അവർ അപ്പോൾ കുറേശ്ശെ ആയി കഴിഞ്ഞപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. ഇയാൾ എല്ലാ ദിവസവും വരുന്നുണ്ട്, എല്ലാ ദിവസവും നോക്കുന്നുണ്ട്. അപ്പോൾ എന്നാണ് ചോദിച്ചത്, ഏറ്റവും സാറ്റിസ്ഫാക്ടറി തോന്നിയത് ഓക്സിജൻ സപ്ലൈ. എത്രയോ ജീവനുകളെ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളത്. ഓക്സിജൻ സപ്ലൈയുടെ ആ 2-3 മാസങ്ങളിലായിരുന്നു എൻ്റെ മകളുടെ മാരേജ്. അപ്പോൾ ആ സമയത്താണ് ഒരിക്കൽ ഒരു രാത്രി ഒരു 12 മണിയായി കാണും. അന്നൊക്കെ ആണെങ്കിൽ ഡൽഹിയിൽ നിന്നുള്ള ജോയിൻറ്റ് സെക്രട്ടറി വിളിക്കുന്ന മീറ്റിംഗ് 10:30 രാത്രി. ആൻഡ് എത്ര പേർക്ക് ഓക്സിജൻ സിലിണ്ടർ കൊടുക്കാനൊത്തു, എന്താണ്. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് വെരി സ്ട്രിക്റ്റ് ഇൻ ദാറ്റ്. ഐ വാസ് സ്ലീപ്പിംഗ്. At that time, she will be calling, why you are not taking phone? I said, it is 10:30, 11, what we will do? Please attend a meeting now. Okay, so that's the way the government has worked. The really government of India has worked like anything. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, വളരെ പാഷനേറ്റ് ആയിരുന്നു അയാൾ. ഞാൻ അയാളെയൊക്കെ അത്ഭുതമായിട്ട് ഞാൻ കാണാറുള്ളൊരു മനുഷ്യനാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഈ ഓക്സിജൻ സപ്ലൈയുടെ സൂപ്രണ്ടായിരുന്നു അദ്ദേഹം. സൈക്കാട്രി ഡോക്ടറാണ് അദ്ദേഹം ഒക്കെ ആണെങ്കിൽ അവിടെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വിളി വരും. അതായത് ഹാഫ് കുറഞ്ഞു കഴിഞ്ഞാൽ പോലും, ഹാഫ് വരണം സർ, ഞങ്ങൾക്ക് ഇന്നൊരു 18 മെട്രിക് ടൺ കിട്ടിയില്ലേ, ഇവിടുത്തെ രോഗികളുടെ അവസ്ഥ വളരെ ദുരിതകരമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവരുടെ കമ്മിറ്റ്മെൻറ്റ്, I really appreciate the doctors in Trivandrum Medical College who did an extremely good work during that COVID time. When you look back, that was a satisfying job I have done in my lifetime. What patient died in Kerala without oxygen. We were able to supply to every hospital needed, even in Kasaragod, Kannur, വയനാട്ടിലെ ഏറ്റവും റിമോട്ട് ഏരിയയിൽ വരെ ഗോവിന്ദ് ഓക്സിജൻ എന്നൊരു കമ്പനി കോഴിക്കോടുണ്ട്. ദേ ഹാവ് സപ്ലൈഡ് സിലിണ്ടേഴ്സ്. വെൻ ഐ സെഡ് യു സീ ദാറ്റ് ദ സിലിണ്ടർ ഈസ് സപ്ലൈഡ് അറ്റ് ദ ഫാർദസ്റ്റ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നെല്ലാ ഡോക്ടേഴ്സ് പലരും എന്നെ വിളിക്കും ഹോസ്പിറ്റലിൽ നിന്ന്. പലരും അതിലേക്ക് ആ സമയമാണ് ജീവിതത്തിലെ ഏറ്റവും നമുക്ക് ദൈവം തന്ന നമ്മുടെ ജോലി എന്ന് തോന്നിയിട്ടുള്ളൊരു നിമിഷം ഓക്സിജൻ സപ്ലൈ ആയിരുന്നു.